സുഹൈൽ ഇബ്രാഹിം, എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? It shows how slow light one medium compared by another. How slow light travels in one medium. അത്ര മതി. ഓക്കെ, ഇനി അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ ഡിഫൈൻ ചെയ്യാൻ എങ്ങനെയാ? അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇത് ഡിഫൈൻ ചെയ്യാൻ ഇക്വേഷൻ വെച്ചിട്ട് ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? ബുക്കിൽ നോക്കല്ലേ, ബുക്ക് നോക്കാണ്ട് പറ. N is equal to C by V. C by V. C എന്താ? ആ ബുക്ക് അടച്ചേ. എന്നിട്ട് സി എന്താണെന്ന് പറഞ്ഞേ. ക്യാമറ ഉയർത്തി വെക്കണം കേട്ടോ, കണ്ണ് നമ്മുടെ മുഖമൊക്കെ കാണണ്ടേ. നിങ്ങളിത് ഇവിടെ നിങ്ങളുടെ താഴേക്കാ കിട്ടുന്നുള്ളു എനിക്ക്. ഓക്കെ, ബാക്കി പറഞ്ഞു. പറഞ്ഞോ സുഹൈലെ, ബാക്കി പറഞ്ഞോ. സി എന്താണ്? സി എയറിന്റെ വാല്യൂ. എയറിന്റെ എന്ത് വാല്യൂ? അതിന്റെ റേഷ്യോ. എയറിന്റെ എന്ത് റേഷ്യോ ആണ്? സി. തെറ്റാണ് കേട്ടോ, പഠിച്ചിട്ടില്ല. അച്ചു ഒന്ന് പറഞ്ഞു കൊടുത്തേ. അച്ചു, സി എന്താണെന്ന്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. വാക്വത്തിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡാണ്. സ്പീഡ് കേട്ടിട്ടുണ്ടോ? സ്പീഡ്. ഓക്കെ, സുഹൈലിന് മനസ്സിലായോ? ഓക്കെ, മുഹമ്മദ് റൈഹാൻ VS സാർ ഒന്ന് പറഞ്ഞേ. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്ന് ഡിഫൈൻ ചെയ്തേ. കണ്ണടച്ച് റൈഹാനെ, റൈഹാൻ VS കണ്ണടച്ച് ശരിക്കും. എന്നിട്ട് പറഞ്ഞു. റേഷ്യോ സ്പീഡ് the ratio of speed of light in a vacuum. Ratio of speed of light in vacuum. In vacuum with respect to the vacuum to the respect to the speed of light in given medium. Okay, Amin Shaji. Sir. Define relative refractive index. ബുക്കിലേക്ക് കണ്ണു പോയി. തീർന്നില്ലേ? അവിടെ തീർന്നില്ലേ? ബുക്കിലേക്ക് കണ്ണു പോയി. എഴുതിക്കോ. പിന്നെ പറഞ്ഞതിനാ ബുക്ക് ഇങ്ങനെ നോക്കിയാ പിന്നെ തീർന്നില്ലേ? അറിയില്ലാത്തോണ്ടല്ല അങ്ങോട്ട് പോണേ. നേരെ നോക്കി പറ കേട്ടാ. കണ്ണടച്ചോ. വേറൊരു ചോദ്യം കൂടി തരാം, പേടിക്കണ്ട. പറഞ്ഞോ. Ratio of speed of light in one medium and ratio speed of light in another medium. To the speed of light in another medium. Equation എന്താ? Equation is equal to C by V. അബ്സല്യൂട്ടിനും റിലേറ്റീവിനും ഒക്കെ ഒറ്റ ഇക്വേഷനാ. സി ആണ്. അതേ ബുക്കിലേക്ക് പോകണം. കണ്ട നിന്റെ കണ്ണങ്ങോട് പോവാ ഓട്ടോമാറ്റിക് ആയിട്ട്. പറഞ്ഞോ. ഇക്വേഷൻ പറഞ്ഞു. ബുക്ക് അടച്ചു വെച്ചാ പിന്നെ എനിക്കാണ് പ്രശ്നം. നീ എന്റെ കണ്ണടച്ച് പറഞ്ഞോ. രണ്ടെണ്ണം ഉണ്ട്. എവിടേക്ക് യൂസ് ചെയ്യണമെന്ന് അറിയണ്ടേ? എനിക്ക് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ തന്നാ മതി. അതെ, N12 is equal to V1 by V2. N12 equal to V1 by V2. ശരിയാണോ മുഹമ്മദ് അബ്ദുറഹ്മാൻ? അതെ, ശരിയാണ്. N12 equal to V1 by V2 അല്ലേ? ഓക്കെ. ശ്രേയ പറഞ്ഞോ. ഇവർ രണ്ടുപേരും പറഞ്ഞ ശരിയാണോ അല്ലേ? ഇവർക്ക് ഒരു ട്രോഫി കൊടുക്കാം. അല്ല, N21 is equal to V1 by V2. അത് തന്നെ. N21 എത്ര തവണ പറഞ്ഞാലും ഇത് തെറ്റിക്കും. കണ്ടോ, ഇത് നമ്മൾ എത്ര തവണ പറഞ്ഞു കൊടുത്താലും പിള്ളേര് മാറ്റി എഴുതും. N12 എന്ന് പറഞ്ഞാൽ V1 by V2 എന്ന് എഴുതല്ലേ കേട്ടോ. V2 by V1 ആണ്. ഓക്കെ, സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു 1 അതാണ് 21. വിത്ത് റെസ്പെക്ട് ടു ഏതാണ് വരുന്നത് അതാണ് നമ്മൾ മുകളിൽ എഴുതുക. അതെപ്പോഴും ശ്രദ്ധിക്കണം. തെറ്റിപ്പോവും, ആൻസർ തെറ്റിപ്പോവും. നമുക്ക് കിട്ടണ ആൻസറിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും കിട്ടുക. N21 എന്ന് പറഞ്ഞാൽ അവിടെ V2 by V1 ചെയ്താൽ അത് തെറ്റാണ്. മനസ്സിലായ അമീനെ? പഠിക്കുന്നില്ല കേട്ടോ, പഠിക്കുന്നില്ല. പഠിത്തം അല്ലെങ്കിൽ എഫക്റ്റീവ് ആവുന്നില്ല കേട്ടോ. ഓക്കെ, ബുക്ക് എടുത്തോ. ഓക്കെ, അപ്പൊ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ? ഓക്കെ, എന്താണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? നമ്മൾ ഏതൊരു മീഡിയത്തിലെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡിനെ വാക്വത്തിന്റെ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. ഓക്കെ, എല്ലാ മീഡിയത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റും വാക്വത്തിലെ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ ഇക്വേഷൻ എന്തെന്ന് വരുന്ന നമ്മൾ പറഞ്ഞ ഗൗരി? ഇക്വേഷൻ എന്തെന്നാ വരിക അപ്പോ? അബ്സല്യൂട്ട് വരുമ്പോ N is equal to C by V. അവിടെയാണ് C by V. കാരണം മുകളിൽ C ആണ് കേട്ടോ. മുകളിലെ സിക്ക് ഒരു മാറ്റവും ഇല്ല.
ഓക്കെ, മുകളിൽ എഴുതുന്ന വാല്യൂ സിക്ക് യാതൊരു മാറ്റവും. പിന്നെ മാറുന്ന എന്തായിരിക്കും? ഈ പറയുന്ന എടുക്കുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് മാറും. അവിടെ മാറ്റം വരും. സി അങ്ങനെ തന്നെ അബ്സല്യൂട്ടില് സി ഫിക്സ്ഡ് ആണ് കേട്ടോ. സിക്ക് പിന്നെ മാറ്റമില്ല അവിടെ, സി ബൈ വി തന്നെ. ഓക്കെ, റിലേറ്റീവ് വരുമ്പോ ഏത് മീഡിയം തന്നിരിക്കുന്നോ അതിന്റെ ആയിരിക്കും എടുക്കുക കേട്ടോ. ഇപ്പോ ഒരു ക്ലാസ്സിൽ ഒരു കൊച്ചു ചോദിച്ച ഡൗട്ടാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർക്കൊക്കെ തോന്നി കാണാം. അതുകൊണ്ടാവുന്ന അതും കൂടെ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പറയാം കേട്ടോ. ബോർഡ് ഞാൻ ഷെയർ ചെയ്യാം. വെയിറ്റ് ചെയ്യണേ. ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. നമ്മൾ ലാസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. അതിനകത്ത് ഇത് എങ്ങനെയായിരുന്നു? എൻ ജി ഈക്വൽ ടു സി ബൈ വി ജി എന്നായിരുന്നു. ഓക്കെ, കാരണം നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ്, അപ്പൊ ഇവിടെ ഒരു കുട്ടി, ആ കുട്ടി ചോദിച്ച സംശയം ഇതാണ്, അവിടെ വാട്ടറിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സാറേ നമ്മൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എടുക്കുന്നതിന് പകരം ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ എടുത്ത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ അവിടെ എന്ത് വരും? ഓക്കെ, അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. തിരിഞ്ഞു വരും കേട്ടോ. ഇവിടെ ഗ്ലാസ്, ഇവിടെ വാട്ടർ ആണെങ്കിൽ മുകളിൽ വാട്ടർ എഴുതുക, താഴെ ഗ്ലാസ് വരും. ഇങ്ങനെ ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യാത്ത എന്താണെന്നറിയോ? നമുക്ക് ഈ വാല്യൂ അറിയില്ല. ഈ വാല്യൂ നമുക്കറിയാവോ? ഇല്ല. ഓക്കെ, നമുക്ക് അറിയാവുന്ന വാല്യൂ ഏതാ? അബ്സല്യൂട്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അബ്സല്യൂട്ട് വാല്യൂ ഇട്ട് ഈ ഇക്വേഷൻ ഇട്ട് ചെയ്യുന്നതിന്റെ കാരണം അതാ. n ഈക്വൽ ടു സി ബൈ വി ഇട്ട് ചെയ്യുന്നതിന്റെ കാരണം നമുക്ക് ആ വാല്യൂ ആണ് അറിയാവുന്നത്. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ച് ചെയ്തിട്ടും വേണമെങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കാം. പക്ഷെ ഈ വാല്യൂ അറിയില്ലല്ലോ നമുക്ക്. ഈ വാല്യൂ അറിയില്ലല്ലോ. ഓക്കെ, ഇത് ഏതെങ്കിലും ഇതും അറിയില്ല, ഇതും അറിയില്ല, ഇതും അറിയില്ല. അങ്ങനെ വന്നാൽ പറ്റുമോ? ഒരു ഇക്വേഷനിൽ ഒരു കാര്യം അറിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ട് കാര്യം അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ആ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യാം. അതായത് ഈ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് ഏത്?
അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. റിലേറ്റീവ്ലി നമ്മൾ രണ്ട് മീഡിയം കമ്പയർ ചെയ്യുക. അതിൽ ഈ കമ്പയർ ചെയ്യപ്പെടുന്ന ഈ ഒരു മീഡിയം വാക്വമായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്തെന്ന് പേര് വിളിക്കാം? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നൊരു പേരുള്ളിൽ നമുക്ക് അതിന് വിളിക്കാം. ഓക്കെ, അതിനെ വിളിക്കപ്പെടുന്ന അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്. ഓക്കെ, അപ്പൊ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേസാണ് ഇത് വരുന്നത്, അതായത് വാക്വം വരുന്ന കേസ്. ഓക്കെ, ഇനി നിങ്ങൾ ഇത് ചെയ്ത് നോക്കി, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ചെയ്താൽ ഇത് തന്നെയായിരിക്കും കിട്ടുക, അബ്സല്യൂട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ കിട്ടുക. ഓക്കെ, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഒരു സ്പെഷ്യൽ കേസാണ് ഈ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ പറയില്ലേ സ്ക്വയറിന്റെ ഒരു റോംബസിന്റെ ഒരു സ്പെഷ്യൽ കേസാണ് സ്ക്വയർ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൽ അല്ലെ. റോംബസിന്റെ പ്രത്യേകത എന്താണ്? റോംബസിന്റെ അബ്ദുൽ അസീസ്, റോംബസിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിള് ഈക്വൽ ആയിരിക്കും. ഓക്കെ, എനിക്കൊക്കെ ചെറുപ്പത്തിലുണ്ടായ സംശയം ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആണ് ഈക്വൽ ആണെന്നുള്ള കൺഫ്യൂഷൻ. അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് നോക്കിയാൽ മതി. ഓക്കെ കേട്ടാ, റോംബസിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇത് നോക്കി, ഇത് ഈക്വൽ അല്ലേ, ഇത് ഈക്വൽ അല്ലേ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇത് ഈക്വലായി ഒരു 90 ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ട് വന്നാൽ നമ്മൾ അതിനെ വേറൊരു പേരിലാണ് വിളിക്കുക, അത് സ്ക്വയർ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അതുപോലെ ഇതിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ എടുക്കുമ്പോൾ ഒരു മീഡിയം വാക്വം ആയി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പേരിൽ അതിനെ വിളിക്കുവാണ്, അതാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത് രണ്ടും കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. എവിടം വരെ ചെയ്തു തീർത്തിയ നമ്മള്? ലെറ്റേഴ്സിലെ ക്വസ്റ്റ്യൻ 5. ഓക്കെ, നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. രണ്ട് മീഡിയം ആണ് തന്നിട്ടുള്ളത് അല്ലെ, രണ്ട് മീഡിയം തന്നിട്ടുണ്ട്. അതില് ഒരു മീഡിയത്തിലേക്ക് ലൈറ്റ് ചെല്ലുകയാണ് അല്ലെ, അത് എയർ ആണെന്ന് അവർ ക്വസ്റ്റ്യനിൽ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതിനെ കുറിച്ച്, ഇല്ല. ഓക്കെ, ഇവിടെ വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ചെല്ലുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതെന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. ഓക്കെ, ഇതെന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണെന്ന് പറയേണ്ട കാര്യമില്ല, കാരണം മുകളിൽ തന്നിരിക്കുന്ന എയർ ആണ്. എയർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു യൂണിവേഴ്സൽ റെയറർ മീഡിയ ആണ്, അതാണ് എപ്പോഴും റെയറർ മീഡിയ അത് കേട്ടാ. ഓക്കെ, അതുകൊണ്ട് എന്തായാലും ഇപ്പുറം മീഡിയ ഏതായാലും അത് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ എയർ, ഓക്കെ, അതുപോലെ ഇവിടെ ഞാൻ എയർ എന്ന് കൊടുത്തു. ഇത് മീഡിയം 1 ഏതാ നമുക്കറിയില്ല, നമുക്ക് മീഡിയം 1. ഓക്കെ, ഇത് മീഡിയം 2. മീഡിയം 2. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ എത്രയാണ്? 20 ഡിഗ്രി അല്ലേ, ഇവിടെ 20 ഡിഗ്രി അല്ലേ, ഈ ആംഗിള് 20 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ആംഗിള് 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൽ ഏത് മീഡിയത്തിനാണ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളതെന്നാണ്. ഓക്കെ, ഇതിൽ ഏത് മീഡിയത്തിനാണ് കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത്? അപ്പൊ ഞാൻ വേറൊരു കേസ് പറയാം. ഞാൻ ഇന്നലെ നിങ്ങളോട് ഒന്ന് സൂചിപ്പിച്ചിരുന്നു, റിഫ്രാക്ഷൻ നടക്കാത്ത ഒരു കേസ്, അതായത് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്രാക്ഷൻ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ, ഇത് ജസ്റ്റ് വെറുതെ പറയുന്നതാണ്. റിഫ്രാക്ഷൻ ഇല്ലാണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞേ? ഈ ആംഗിളും ഇത് മാക്സ് ആണ്, ഓപ്പോസിറ്റ് ആംഗിൾ. ഓപ്പോസിറ്റ് ആംഗിൾ എങ്ങനെയായിരിക്കും നിങ്ങൾ പിടിച്ചു നോക്കി കണ്ടോ? ഈ ആംഗിൾ കൂടിയ ഈ ആംഗിളും കൂടും, ഈ ആംഗിൾ കുറഞ്ഞ ഓപ്പോസിറ്റ് ആംഗിൾ നോക്കി അപ്പുറം ഇപ്പുറം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ രണ്ട് ആംഗിൾ ഈക്വലാ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ പിടിച്ച് ഇങ്ങോട്ട് ഒടിച്ചു കഴിഞ്ഞാലോ ഈ ആംഗിൾ ഏത് ആംഗിൾ ആയിരിക്കും കൂടുതൽ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിരിക്കും, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിരിക്കോ? ഏതായിരിക്കും കുറവ് ഏതായിരിക്കും? കുറവ് അല്ലെ. അതായത് ഈ ലൈൻ ഇങ്ങനെ ഇരുന്ന ലൈനിനെ ഞാൻ പിടിച്ച് ഇങ്ങോട്ട് തിരിക്കുമല്ലേ മക്കളെ, അപ്പൊ കുറയുമല്ലേ ചെയ്യാ, കണ്ടോ? ആംഗിൾ കുറയുമല്ലേ ചെയ്യാ. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴാ കുറയുന്ന? എപ്പോഴാ ഈ ആംഗിൾ ഇങ്ങോട്ട് നോർമലിനോട് ചേർന്ന് വരുന്ന എപ്പോഴാ? ഇതൊരു ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ആവുമ്പോ, ശരിയല്ലേ? ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ആവുമ്പോഴല്ലേ കുറയാ. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കൂടുതൽ ഒപ്റ്റിക്കലി ഡെൻസർ ആണെങ്കിൽ ഇത് കുറെ കൂടി നോർമലിലേക്ക് എന്ത് ചെയ്യും? ചേർന്നായിരിക്കും വരിക. ഓക്കെ, അതായത് ഇപ്പൊ ഒരു മീഡിയം നമ്മൾ രണ്ട് മീഡിയം കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഈ ഫോർ എക്സാമ്പിൾ ഈ ഒരു മീഡിയത്തിനേക്കാളും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉണ്ടാവും ഇത്രയും ലൈറ്റ് ബെൻഡ് ചെയ്ത് വരുന്ന ഈ രണ്ടാമത് പറയുന്ന മീഡിയത്തിന്. ഓക്കെ, അപ്പൊ ഞാൻ വേറൊരു രീതിക്ക് ഞാൻ അതിനെ പറയുവാണ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഏതിനാണോ കുറവ് അതായിരിക്കില്ല ഏറ്റവും ഒപ്റ്റിക്കലി ഡെൻസർ ആയിട്ടുള്ള മീഡിയം, ശരിയല്ലേ? അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറയുക എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കൂടുതൽ ചേർന്ന് വരിക എന്നല്ല എന്റെ അർത്ഥം. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറവുള്ള മീഡിയത്തിനല്ലേ ഇരിക്കും. ഓക്കെ, ഇനി ഇത് അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടി കഴിഞ്ഞാൽ ഇത് എന്താ സംഭവിക്കുക? ഇത് ബെൻഡ് അവേ ഫ്രം നോർമൽ ആവും. ഓക്കെ, അത് ഒപ്റ്റിക്കലി റെയർ മീഡിയ ആണ്, ബെൻഡ് അവേ ഫ്രം നോർമൽ.
അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവുള്ള മീഡിയത്തിനായിരിക്കില്ല ഏറ്റവും ഏറ്റവും എന്താ പറയാ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറവുള്ള മീഡിയത്തിനായിരിക്കില്ലേ ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ പിന്നെ പറഞ്ഞോ. സാർ ഒരു മീഡിയത്തിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും സെയിം ആയിരിക്കും? സെയിം ആയ റിഫ്രാക്ഷൻ നടക്കൂല. സാർ മനസ്സിലായോ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ആ. ഇപ്പൊ ഒരു ഇതില് നമ്മള് എയറും ഗ്ലാസും എടുത്തു, ഉവ്വ. പിന്നെ വേറെ ഇതില് നമ്മള് ഗ്ലാസും ഡയമണ്ടും എടുത്തു. ഗ്ലാസും ഡയമണ്ടും. ആ ആ ആ അപ്പോ ഈ ആദ്യത്തെ കേസില് എയറും ഗ്ലാസും എടുത്ത കേസിലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ രണ്ടാമത്തെ കേസിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സെയിം ആയിരിക്കും? ഇല്ല, വ്യത്യാസം ഉണ്ടാവും. കാരണം മീഡിയം മാറിയല്ലോ. ഓക്കെ, മീഡിയത്തിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോ ഇനി ഇവിടെ ശ്രദ്ധിച്ചോട്ടാ. അപ്പൊ ഇതിൽ ഏത് മീഡിയം ആയിരിക്കും ഒപ്റ്റിക്കലി ഡെൻസർ? മീഡിയം 1 ആയിരിക്കും, മീഡിയം 2 ആയിരിക്കും? ഒന്ന് കൈപൊക്കി കാണിക്കാം. 1 ആയിരിക്കോ 2 ആയിരിക്കോ 5ഓ? അതേത് മീഡിയം? 2ആ. ആംഗിൾ കുറയുമ്പോഴല്ലേ മോനെ കൂടുതൽ ചേർന്ന് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞു കൂടിയെന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? കൂടുതൽ നോർമലിനോട് ചേർന്ന് വരിക. എല്ലാവർക്കും 1 ആണോ? എല്ലാവർക്കും 1 ആണ്. അബിന് 2 ആയി പോയോ? അതിന്റെ അബിനെ 30 ഡിഗ്രി എന്ന് പറയുമ്പോ പിന്നെ അകന്നില്ലേ? 30 ഡിഗ്രി എന്ന് പറയുമ്പോ വീണ്ടും അകന്നില്ലേ? 20 ആണ് ആൻസർ കേട്ടാ. സാർ അകലുമ്പോ ഡെൻസിറ്റി കുറയുവാണോ? കുറയുമല്ലേ ചെയ്യാ? അതല്ല, അകന്നു പോകുമ്പോ നമ്മള് റെയർ മീഡിയം എന്നല്ലേ വിളിക്കുക? ലൈറ്റ് റേ നോർമലി നിന്ന് അകന്നു പോകുമ്പോ നമ്മൾ എന്തെന്നാ മീഡിയത്തിനെ വിളിക്കുക? റെയർ മീഡിയം എന്ന്. ശരിയല്ലേ? അപ്പൊ 1 ആണ് ആൻസർ കേട്ടാ. അത് ബൈ വീക്കിലിക്കും 1 ആണ്, നിങ്ങളുടെ ബോർഡ് എക്സാമിനും 1 ആയിരിക്കണം കേട്ടാ. ഓക്കെ, മനസ്സിലായോ? ഇനി എക്സാമിന് മാറിപ്പോരുത്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഏത് മീഡിയം ആയിരിക്കും? മീഡിയം 1-നായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ബി വായിച്ചോ. ക്വസ്റ്റ്യൻ ബി വായിച്ചോ. ക്വസ്റ്റ്യൻ ബി ഒന്ന് വായിച്ചു കൊടുത്തേ. പറഞ്ഞോ. വൈന്നൊരു ക്വസ്റ്റ്യനും കൂടി ഇല്ലേ? അപ്പൊ റീസൺ എങ്ങനെയാ ഇതിന്റെ? വൈന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ? ലോവസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ലോവസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറവുള്ളത്. ഓക്കെ, ലോവസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, ഇനി ആരാ? ഗൗരി, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. Which medium has greater refractive index? ഏത് മീഡിയത്തിനാണ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത്? ഏത് മീഡിയത്തിനായിരിക്കും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തിനാണോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തിനാണോ? ഏതിനായിരിക്കും? ഇഷാനെ, ഏതിനായിരിക്കും? ഓക്കെ ഓക്കെ, ഇഷാൻ പറഞ്ഞോ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തിൽ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തിനായിരിക്കും ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ? അതാ പഠിച്ചേക്കുന്ന. ഇപ്പോഴും ഒരു ബോധം വന്നിട്ടില്ല അല്ലെ? അമീൻ ഷാജി പറഞ്ഞോ. സാർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അത് തന്നെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയ ആണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ? പഠിച്ചിട്ടുള്ളതല്ലേ നമ്മൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാ, ലെറ്റേഴ്സിലെ ഏറ്റവും ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ അതായിരുന്നു. ഏത് മീഡിയത്തിനാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ആ മീഡിയത്തിന് തന്നെയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് കുറവ് കേട്ടാ. സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് കുറവ്, ഓർത്തിരിക്കുക. കഴിഞ്ഞാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 7th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. 7ാമത്തെ ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, 7th ക്വസ്റ്റ്യൻ. ഫസ്ന ഫാത്തിമ പറഞ്ഞോ. ക്വസ്റ്റ്യൻ വായിച്ചോ. Find out from the table the medium of highest and lowest optical densities. ഇതിൽ ഏത് മീഡിയത്തിനാണ് ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത്? മുഹമ്മദ് ഇഷാൻ, ആ ടേബിളിലെ ഏത് മീഡിയത്തിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ? ഡയമണ്ട്. ഇനി മാറുവോ? ഇല്ല. ഓക്കെ, ഏത് മീഡിയത്തിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ? ആ മീഡിയത്തിനാണ് ഒപ്റ്റിക്കൽ. ഞാൻ പറഞ്ഞു ഒപ്റ്റിക്കൽ ഡെൻസിറ്റിക്ക് പകരം കൊടുക്കാൻ പറ്റുന്ന ഒരു വാക്കാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടാ. അപ്പൊ പിന്നെ ഇത് കൂടുമ്പോ ഇത് കുറയാന്ന് പറയരുത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടും. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള ഒരു മീഡിയം എന്ന് നിങ്ങൾക്ക് ഒരു ഡെൻസർ മീഡിയത്തിനെ വിളിക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് ഗൗരി, ഏതിനായിരിക്കും ലോവസ്റ്റ്? ഏതിനായിരിക്കും? എയറിന്. എയറിനായിരിക്കും. ഓക്കെ, മിടുക്കി. അഹമ്മദ് ഹലീമേ,
അവിടെ എയറും ഡയമണ്ടും ഇല്ലായിരുന്നെങ്കിലോ ഏതായിരിക്കും ഡെൻസർ മീഡിയം? ഏതായിരിക്കും ഡെൻസർ മീഡിയം? ഏതായിരിക്കും റയറർ മീഡിയം? ഹയസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ക്രൗൺ ഗ്ലാസിനും മിടുക്കൻ, ക്രൗൺ ഗ്ലാസിന് അല്ലെ, അതിനാണ് കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. പിന്നെ ലോവസ്റ്റ് വാട്ടറിനും. ലോവസ്റ്റ് വാട്ടറിന്, അതിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളതിൽ കുറവ് അല്ലെ. അതില്ലായിരുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കും വരിക. ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ. ഓക്കെ, മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആരാ വായിക്കുക? ഐഷ നെസ്റ്റിൻ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. Find out from the table the medium of highest and lowest optical length. If the speed of light the speed of light in air is 3 into 10 raised to 8 meters per second. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ഷാരൂഖ്? ഏത് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റ് കാണിക്കുക? എയറിലെ സ്പീഡ് ഓഫ് ലൈറ്റ് കാണിക്കുന്ന ഏത് ലെറ്റർ ഉപയോഗിച്ചിട്ടാ? സി. സി എത്രയാണ്? 3. നമ്മളത് കാണാതെ പഠിച്ചു വെച്ചേക്കുവാ അല്ലെ. 3 into 10 raised to 8 ഫേമസ് വാല്യൂ ആണ്. 3 into 10 raised to 8 മീറ്റർ പെർ സെക്കൻഡ്. ബാക്കി വായിച്ചോളൂ ഐഷ, ബാക്കി വായിച്ചു നോക്കോളൂ. What will be the speed of light through kerosene? സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ വി അല്ലെ. വി വെച്ചിട്ടാ സ്പീഡ് പറയാം. കെറോസിൻ മനസ്സിലാൻ വേണ്ടി നമ്മൾ വി കെ ഇട്ടു കേട്ടോ. വി കെ എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, കണ്ടുപിടിക്കാൻ പറ്റുമോ ഇർഫാൻ അനസേ? തീർച്ചയായിട്ടും കണ്ടുപിടിക്കാം. ഓക്കെ, മുഹമ്മദ് അമാനെ എന്തോന്ന് മിസ്സിംഗ് ഉണ്ടല്ലോ അമാനെ ഇതിനകത്ത്? ഈ രണ്ടെണ്ണത്തില് ഈ രണ്ടെണ്ണം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്താ മിസ്സിംഗ്? എന്താണ് മിസ്സിംഗ്? മുഹമ്മദ് അമാനാണ് മിസ്സിംഗ് കേട്ടാ. അമാനാണ് ക്ലാസ്സിൽ, വേറൊന്നും അല്ല മിസ്സിംഗ് കേട്ടാ. ഓക്കെ, റുഫൈദ ഒന്ന് പറഞ്ഞു കൊടുത്തേ. റുഫൈദ എന്താണ് മിസ്സിംഗ് എന്ന് അമാന്? അവൻ ക്ലാസ്സിൽ ഇല്ലായിരുന്നു, ഒന്ന് പുറത്തു പോയായിരുന്നു, അതുകൊണ്ടാ കേട്ടോ. ഒന്ന് പറഞ്ഞു കൊടുക്ക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കേട്ടോ അമാൻ? ചെവിയിലേക്ക് അങ്ങ് തുളഞ്ഞു കയറട്ടെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അവിടെ മിസ്സിംഗ് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഉപയോഗിക്കുന്ന ലെറ്റർ ഏതായിരുന്നു ഇബ്രാഹിം ബാദുഷാ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് കൊടുക്കുന്ന ലെറ്റർ പെട്ടെന്നാവട്ടെ. നിങ്ങൾ ആടി തൂങ്ങി അതിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും സമയം എത്ര പോണേ? അത് ഈ ആൻസർ അറിയില്ലാത്തോണ്ട സമയം എടുക്കുന്നത്, വേറൊന്നുമല്ല അല്ലെ ഇബ്രാഹിം ബാദുഷാ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ലെറ്റർ ബാദുഷയ്ക്ക് അറിയില്ല എന്ന് എനിക്ക് ഇവിടെ നിന്ന് അറിയാം കേട്ടോ. മൂസിൻ പറഞ്ഞു കൊടുക്കുക. മൂസിൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ലെറ്റർ പറഞ്ഞു കൊടുക്കുക. ബാദുഷ കഴിഞ്ഞ 2 ദിവസം ക്ലാസ്സിൽ ഇല്ലായിരുന്നു കേട്ടോ. ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്താണ്? എൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എൻ ആണ്. എൻ. ഓക്കെ, പക്ഷെ എൻ എന്നിട്ട കൺഫ്യൂഷനാ. കാരണം എനിക്ക് ഒരുപാട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയാം. എയറിന്റെ അറിയാം, വാട്ടറിന്റെ അറിയാം, ഗ്ലാസിന്റെ അറിയാം, ഡയമണ്ടിന്റെ. അതുകൊണ്ട് കെറോസിനാന്ന് കാണിക്കാൻ ഞാനൊന്ന് എൻ കെ എന്നിട്ടു. ഓക്കെ, അത് പക്ഷെ ആ ടേബിളിൽ തന്നിട്ടുണ്ട് അല്ലെ. മുകളിൽ ഒരു ടേബിളിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എത്രയാണ് കെറോസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഒരാൾ പറഞ്ഞേ. നിങ്ങൾ ക്ലാസ്സിൽ ഇൻവോൾവ് ആവണം കേട്ടോ. വെറുതെ വന്നിരുന്ന് കേട്ടിട്ട് പോയ ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടൂല. ക്ലാസ്സിൽ ഇൻവോൾവ് ആവണം. അറിയില്ലെങ്കിൽ ചോദിച്ചോളാം. പറഞ്ഞോ. 1.44 അല്ലെ. ഇനി ആ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഇർഫാൻ ഷംസുദ്ദീനെ, ഇക്വേഷൻ എന്ന് പറഞ്ഞേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ബുക്കിൽ നോക്കാണ്ട് പറ. ബുക്കിൽ നോക്കി പറയല്ലേ. n is equal to c by v. n is equal to c by v. ഇത് കെറോസിന്റെ അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ കെ എന്നിട്ട് കുഴപ്പമുണ്ടോ? ഇല്ല. ഇവിടെ ഏത് മീഡിയത്തിന്റെ സ്പീഡ് ആയിട്ട് കൊടുക്കണേ ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ കിട്ടുക കേട്ടോ. അതെപ്പോഴും ആലോചിക്കണം. ഇത് എപ്പോഴും മാറാണ്ട് നിൽക്കും കേട്ടോ. സി അവിടെ കിടന്നോളൂ. ഇതാണ് മാറുന്നത്. ഇത് കെറോസിൻ ആണെങ്കിൽ ഇതും കെറോസിൻ, ഇത് വാട്ടർ ആണെങ്കിൽ ഇത് വാട്ടർ, ഇത് ഗ്ലാസ് ആണെങ്കിൽ ഇത് ഗ്ലാസ് കേട്ടോ. അത് എപ്പോഴും ഓർമ്മയിലുണ്ടാവണം. ഓക്കെ, ഇനി കണ്ടുപിടിച്ചോ. ഇനി ചിലർക്ക് ഇനി ഇത് ചെയ്യാൻ അറിയില്ല. ഞാൻ നിങ്ങളുടെ ബൈ വീക്കിലി നിങ്ങളുടെ എക്സാം അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായാലും പലർക്കും ഈ പറഞ്ഞ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കുമ്പോഴൊക്കെ പ്രശ്നമാണ്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാം? നിങ്ങൾക്ക് അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു, അതായത് ഇപ്പോൾ 10 ഈക്വൽ ടു, എനിക്ക് പറയാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാ, 10 ഈക്വൽ ടു 20/2. എനിക്ക് അറിയാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്സിൽ ഒരു ഇത് ഞാൻ ചെയ്തു നോക്കി. കണ്ടോ? 10 ഈക്വൽ ടു ഇതേ ഫോമിൽ തന്നെയല്ലേ കിടക്കണേ. എനിക്ക് കണ്ടുപിടിക്കേണ്ട ഏതാ? വീക്കി ആണ്, 2 ആണ്. ഈ 2 എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ ആലോചിക്കും, 20നെ 10 കൊണ്ടാണോ ഡിവൈഡ് ചെയ്യണ്ടേ? എന്ത് ചെയ്യണം? 20നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ? 10നെ 20? അത് തന്നെയല്ലേ നമ്മൾ ഇവിടെയും ചെയ്യണ്ടേ. സീനെ NK കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഇവിടെ 2 കണ്ടുപിടിക്കാനുള്ള പോലെ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് VK ആണ്. അപ്പൊ VK കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സീനെ NK കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇത് മാറിപ്പോരുത്. പലർക്കും ഇത് തിരിഞ്ഞു പോകും. ഇനി കണ്ടോ, ഇനി അടുത്ത എക്സാമിന് ഇതായിരിക്കും വരുന്ന മിസ്റ്റേക്ക്. തിരിഞ്ഞു പോവാം അങ്ങോട്ടും ഇങ്ങോട്ടും. ആലോചിക്കുക കേട്ടാ, ശ്രദ്ധിച്ച് ചെയ്യുക പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓക്കെ, ചെയ്തോളൂ. ആൻസർ പറഞ്ഞോണ്ട്.
സിയുടെ വാല്യൂ ആ 10⁸ അനക്കണ്ട കേട്ടോ, അത് അവിടെ ഇരുന്നോട്ടെ, തൊടണ്ട, അത് അവിടെ ഇരുന്നോട്ടെ, ബാക്കി ചെയ്താൽ മതി. 3 ഡിവൈഡഡ് ബൈ 1.44 ആണ്. ഒന്ന് മുകളിലും താഴെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 300 ബൈ 144 എന്ന് കിട്ടും. 300 ബൈ 144 ചെയ്ത് നോക്കുക. 10⁻² അവിടെ കിടന്നോട്ടെ. 300 ബൈ 144 ചെയ്ത് കഴിയുമ്പോൾ ആൻഡ്രൈസ് ഒന്ന് ചേർന്നാൽ എനിക്ക് മനസ്സിലാവും എത്ര പേർക്ക് കിട്ടുന്നുണ്ടെന്ന് കേട്ടാ. സാർ പറഞ്ഞോളൂ. സാർ ഇതിലുണ്ടല്ലോ ഈ 3 × 10⁸8 മീറ്റർ പെർ സെക്കൻഡ് കൊടുത്തിട്ടില്ലേ എയറിന്റെ സ്പീഡ്, അത് ഏത് മീഡിയത്തിലെ സ്പീഡാ? എയറില് ആ മീഡിയത്തിൽ തന്നെയുള്ള ലൈറ്റിന്റെ സ്പീഡ്. സാർ അപ്പൊ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോ ഒരു മീഡിയത്തിൽ അത് എത്ര സ്പീഡ് പോകുന്നല്ലേ നോക്കണേ? അതെ. അപ്പൊ ഓരോ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കില്ലല്ലോ? അല്ല, മാറുന്നുണ്ടാവും. അല്ല, ഒരു മീഡിയത്തിന് സ്ഥിരമായിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവും. ഓക്കെ, പക്ഷെ എല്ലാ മീഡിയത്തിനും സെയിം ആയിരിക്കില്ല. അല്ല സാർ, ഇത് കമ്പയർ ചെയ്യുമ്പോൾ മാറില്ലേ? ഒരു മീഡിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാറും. കാരണം എയറും വാട്ടറും കമ്പയർ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല എയറും ഗ്ലാസും കമ്പയർ ചെയ്യുമ്പോൾ, അത് വ്യത്യാസം ഉണ്ടാവും. ഇർഫാൻ അനസേ പറഞ്ഞോ, ചെയ്തു കഴിഞ്ഞോ അതോ? അതിലെ ആൻഡ്രൈസ് ഒക്കെയാ മതി. നിങ്ങൾ ഇങ്ങനെ കൈ പിടിച്ചോണ്ട് അവസാനം എന്നെ പ്രാഗ്. അതെ, ഓക്കെ. ആരാ പറയുന്നേ? അച്യുതിന്റെ ആന്ന് നോക്കിക്കോളാം. പിന്നെ ബാക്കി വർക്കാവുന്നവരൊക്കെ ആൻഡ്രൈസ്. അമീൻ ഷാജിക്കൊക്കെ കിട്ടി അല്ലേ? ഓക്കെ. ഇതിനകത്ത് ചെറിയൊരു വിഭാഗം കേട്ടോ, ഒത്തിരി ഒന്നും ഉണ്ടാവില്ല, ഒരു 10-15% ജനങ്ങൾ ഉണ്ടാവും ഫൈനൽ ആൻസറിന് വേണ്ടി ഇരിക്കുന്നവർക്ക്. അവർക്കൊരു ഗൈഡ് മതി, ഇതിന്റെ എല്ലാം കൂടി ഉത്തരങ്ങളൊക്കെ ശരിയാക്കി അടിച്ച ഒരു ഗൈഡ് അതിന് വേണ്ടി ഇരിക്കുന്നവരുണ്ട്. അവര് ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവർക്ക് പണി കിട്ടാൻ പോണ എപ്പോഴാണെന്നറിയോ? ഇനി എക്സാമിന് എഴുതുമ്പോഴാണ്. അവർക്ക് ആ ഉത്തരം കിട്ടൂല. അവർ പല കട്ടറുകളും ചാടും. കാരണം അവർ ആ കട്ടറൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ ചെയ്താലാണ് ആ കട്ടറുകളൊക്കെ മുൻകൂട്ടി കണ്ട് ആ വഴി പോവാണ്ട് തിരിഞ്ഞു പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ തന്നെ ചെയ്തോ കേട്ടോ. നിങ്ങൾക്ക് തെറ്റിക്കാൻ സ്വാതന്ത്ര്യം തന്നേക്കും. ഏത് അധ്യാപകനാ നിങ്ങൾക്ക് തെറ്റിച്ചോളാൻ പറഞ്ഞ് സ്വാതന്ത്ര്യം തന്നേക്കുന്നത്? അത് കൊടുത്താലും നിങ്ങൾ ചെയ്യില്ല. സ്വന്തമായിട്ട് ചെയ്തോട്ടെ, തെറ്റിക്കോട്ടെ, തിരുത്തിയാ പോരെ. തിരുത്തിയാ പിന്നെ അത് മറക്കൂല കേട്ടോ. ഇനി നാദിർ ഷാ ഷിയാബിനൊക്കെ എന്താ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചു. ചെയ്യാൻ പറ്റുന്നില്ലേ ചോദിച്ചോ? ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് വേണ്ടത് കേട്ടാ. അതാണ് കറക്റ്റ് ആയിട്ട് പറയുന്നത്. അല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ആൻഡ്രൈസിങ് അടിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുവല്ല കേട്ടോ. ഇനി ആർക്കൊക്കെ ചെയ്യാറില്ലാത്തവരുണ്ട്? ഇല്ല, ബാക്കി എല്ലാവർക്കും അറിയാം. ഓക്കെ, കൊള്ളാം. അപ്പൊ ഇവിടെ 300 × 10⁸8 ഡിവൈഡ് ബൈ 144 ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. 300 ബൈ 1, ആ 10⁸8 അവിടെ കിടന്നോട്ടെ. 300 ബൈ 144. 300ൽ എത്ര 144 ഉണ്ടെന്നാ ക്വസ്റ്റ്യൻ. നമുക്കറിയാം 2 144 വരുള്ളൂ അല്ലെ. 2 144 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 288 കിട്ടും. പിന്നെ ഒരു 12. ഓക്കെ, 12ൽ 144 ഇല്ല, നമ്മളൊരു 0 ഇട്ട് കൊടുക്കും. 0 ഇട്ട് കൊടുത്താൽ ഉടനെയാണ് നമ്മളിവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും. 120ലും 144 ഇല്ല, നമ്മളപ്പോ ഇവിടെ എന്തെടുക്കും? 0 ഇല്ല, 0. പിന്നെ എന്ത് ചെയ്യും? ഒരു 0 ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ആയിരിക്കും വരും. 8 ഇൻറ്റു, അപ്പൊ 2.08 കിട്ടി എത്ര വരുന്നത് കൈവക്കാവോ കാണാൻ വേണ്ടി? 2.08 ആൻസർ കിട്ടിയവര്? ഓക്കെ, 2.08 ഇൻറ്റു 10⁸8 ഇടണം. ഇനി അവിടെ ശ്രദ്ധിക്കണ്ട കേട്ടോ. അത് ഇട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? നിങ്ങൾക്ക് 10 കോടി രൂപ കടം തരാനുള്ള ആള് 10 രൂപ തന്നിട്ട് ആ ശരി ചേട്ടാന്നും പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് എത്ര വലിയ വാല്യൂ. ഒരു 10⁸8 അവിടെ ഇല്ലെങ്കിൽ ലക്ഷങ്ങളുടെ വ്യത്യാസമല്ല വരുന്നത്, ചെറിയ വാല്യൂ അല്ല കേട്ടാ. 2 ലക്ഷത്തിന് വരെ 2 പറഞ്ഞാൽ ശരിയാവോ? അതുപോലെ ഇരിക്കും കേട്ടാ. ഓക്കെ, ഇത് അതിലും കൂടും. 10⁸8 അല്ലേ? അപ്പൊ പറഞ്ഞോ. അത് എടുക്കേണ്ട കാര്യം 2 പ്ലേസ് എടുത്താൽ മതി കേട്ടോ. 2 പ്ലേസ് എടുക്കണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല. ഇപ്പൊ ഈ 2 പ്ലേസ് പറയുമ്പോൾ നല്ല മാറ്റം വരും. അതായത് ആ 8 അവിടെ എടുത്തില്ലെങ്കിൽ എത്ര മാറ്റം വരും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. അല്ല, 80,000 80,000 എന്നൊക്കെ പറഞ്ഞ് നല്ല മീറ്റർ വ്യത്യാസം വരും. അതുകൊണ്ടാണ് 2 പ്ലേസ് എടുക്കാൻ പറഞ്ഞത് കേട്ടോ. ഇൻറ്റു ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം വരും. 10⁸8 കൊണ്ട് ഇൻറ്റു ചെയ്യുമല്ലേ. 2 പ്ലേസ് എടുത്തോ. ഓക്കെ, എല്ലാവരും ലോവർ ഹാൻഡ് ചെയ്തേ. ഓക്കെ, ഇനി ആ സി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോ ഒരാളാരാ? ഷെഹൻ, സി ക്വസ്റ്റ്യൻ വായിച്ചോ. Will a ray of light divide towards the normal or away from the normal when it enters from air to diamond obliquely? ഞാൻ എന്നും വന്ന് രാവിലെ ഇരുന്ന് ചോദിക്കുന്ന ചോദ്യം അല്ലെ. എന്താണ്? എയറിൽ നിന്നും ഡയമണ്ടിലേക്കാണ് ലൈറ്റ് എൻട്രി ചെയ്യുന്നതെങ്കിൽ ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യുന്നത് നോർമലിലേക്കാണോ നോർമലിൽ നിന്ന് മാറിയിട്ടാണോ? അതാ ക്വസ്റ്റ്യൻ കേട്ടാ. ഓക്കെ, നോർമലിലേക്കാണോ നോർമലിൽ നിന്ന് മാറിയിട്ടാണ്? എയർ ടു ഡയമണ്ട്, എയറിൽ നിന്നും ഡയമണ്ടിലേക്ക് കേട്ടാ.
ആർക്ക് പറയാം? അറിയാവുന്ന കൈവയ്ക്ക്. ഓക്കെ, ആരാ പറയാ? മായിൻഷാ പറഞ്ഞോ. എയറിൽ നിന്നും ഡയമണ്ടിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ അത് നോർമലിലേക്കാണോ ഡീവിയേറ്റ് ചെയ്യുക, നോർമലിൽ നിന്നും മാറിയാണോ പോവാ? ഭയങ്കര ചോദ്യമായി പോയി അല്ലേ? മാറിയാണ് പോകുന്നത് അല്ലെ? ഡയമണ്ടിലേക്ക് ചെല്ലുമ്പോ ഡയമണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചോദിക്കാട്ടാ, മൈൻസ് എക്സാം എഴുതുമ്പോ, മോനെ മൈൻസ് ഡയമണ്ട് ഇങ്ങനെ ഒന്ന് പറയാം കേട്ടാ. ഓക്കെ, ഡയമണ്ട് ആണെങ്കിൽ പിന്നെ സംശയം എന്താ? ഡെൻസർ മീഡിയം അല്ലേ, ചേർന്നാ പോളൂ. ഓക്കെ, ബെൻഡ് ടുവേർഡ്സ് നോർമൽ എന്നാണെന്നുള്ളത് അത് മനസ്സിലായവരൊന്ന് കൈവയ്ക്കേ. ഇത് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണെന്നാണ് പറയാൻ വന്നതെന്ന് എത്ര പേരുണ്ട്? ഇത് ബെൻഡ് ടുവേർഡ്സ് നോർമൽ എന്ന് പറയാൻ വന്നവര് കണ്ടാ? ഓക്കെ, ബാക്കിയുള്ളവരോ? ഹയക്കൊക്കെയോ? ഓക്കെ ഓക്കെ, കൈതാധിക ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണ്. ഇത് ഓർത്തിരിക്കുക ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഡയമണ്ട് അല്ലേ, അപ്പൊ ലൈറ്റിന് ഇഷ്ടമാണ്, ലൈറ്റ് ചേർന്ന് പോകും. ഓക്കെ ഓക്കെ, കൂടുതൽ അതായത് എയറിൽ നിന്ന് വാട്ടറിലേക്കാണെങ്കിൽ ലൈറ്റ് ചേർന്ന് പോകും, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണെങ്കിൽ ലൈറ്റ് ചേർന്ന് പോകും, എയറിൽ നിന്ന് ഡയമണ്ടിലേക്കാണെങ്കിലും ലൈറ്റ് ചേർന്നായിരിക്കും പോവുക കേട്ടോ. ഓക്കെ, ഡെൻസർ മീഡിയം ലൈറ്റിന് ഇഷ്ടമാണ്, അതുകൊണ്ട് ചേർന്ന്. ഇങ്ങനെ ഒന്ന് എക്സാമിന് എഴുതി വെക്കരുത് കേട്ടോ, ലൈറ്റ് ലവ് ഡെൻസർ മീഡിയം എന്നൊന്നും. ഇത് വെറുതെ ഒരു പൊട്ടത്തരം പറഞ്ഞ ഓർത്തിരിക്കാൻ വേണ്ടിട്ട് കേട്ടോ. ഓക്കെ, ലൈറ്റ് നോർമലിനോട് ചേർന്ന് പോകുന്ന എപ്പോഴാണ്? ഡെൻസർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ. അകന്നു പോകുന്ന എപ്പോഴാണ്? റെയറർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ. അത് മാറിപ്പോവരുത് കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ അത് ഓർത്തിരുന്നോളണം, കാരണം വളരെ ഇമ്പോർട്ടന്റ്. എത്ര തവണ ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് നോക്കി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ചേർന്ന് പോകുന്നു ആകുന്നു, ഇത് തന്നെയല്ലേ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഡി ക്വസ്റ്റ്യൻ വായിച്ചോളൂ. അപ്പോ ലൈറ്റ് റേ ബെൻഡ് ടുവേർഡ്സ് നോർമൽ കേട്ടോ, ഡെൻസർ മീഡിയത്തിലേക്ക്. റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണ്, അതുകൊണ്ട് ലൈറ്റ് റേ ബെൻഡ് ടുവേർഡ്സ് നോർമൽ. ഓക്കെ, അഫിയ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. The refractive index of diamond is 2.42. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് എത്രയാണ്? 3.42. 2.42 അല്ലെ? 2.42. ബാക്കി. What do you mean by this? ഇതെവിടെയും കേട്ടിട്ടുണ്ടോ? ഞാൻ ഇതേപോലൊരു ചോദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ? എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ചോദ്യം ഒരു വര കൂടി വരേണ്ടി വരുമെന്ന് അല്ലെ? വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ട് നിങ്ങൾ എന്ത് ആണ് ഇതിൽ നിന്നും മനസ്സിലാക്കിയെന്നൊരു ചോദ്യം പലപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അവിടെ എഴുതി ആർക്ക് പറയാൻ പറ്റും ഇതിന് മീൻ ചെയ്യുന്ന എന്താണെന്ന്? ഇത് മീൻ ചെയ്യുന്ന എന്താണെന്ന് ആർക്കൊക്കെ പറയാൻ പറ്റും? ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കൈകളുടെ എണ്ണം കണ്ടാ? ഓക്കെ, ഒരാൾ പറഞ്ഞോ, കൈപൊക്കി ഒരാൾ പറഞ്ഞോ. ഫസ്ന ഫാത്തിമ പറഞ്ഞോളൂ, എന്താണ് മീൻ ചെയ്യുന്നത്? It means speed of light in diameter is 2.42 slower than speed of അങ്ങനെ പറയുകയാണെങ്കിൽ സ്ലോവർ എന്ന് പറയരുത്, വാക്വത്തിന്റെ പറയുന്നെങ്കിൽ ഫാസ്റ്റർ എന്ന് പറഞ്ഞോളണം. കാരണം വാക്വത്തിലെ ലൈറ്റ് ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്. രണ്ട് രീതിക്ക് അത് പറയാം. ഇറ്റ് മീൻസ് ദാറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഈസ് 2.42 ടൈംസ് എന്താണ് ഗ്രേറ്റർ ദാൻ ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ തിരിച്ചു പറയാം. അങ്ങനെ പറഞ്ഞാൽ അതായിരിക്കും നല്ലത്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് ഈസ് 2.42 ടൈംസ് സ്ലോവർ എന്ന് പറയണം കേട്ടോ. സ്ലോവർ ആണ്, ഫാസ്റ്റർ അല്ല. ഏറെ മോള് പറഞ്ഞ പോലെ വാക്വം ആദ്യം പറഞ്ഞു, വാക്വം വെച്ചിട്ടാണ് ഫാസ്റ്റർ എന്ന് പറഞ്ഞോ. ഡയമണ്ടിൽ സ്ലോ ആയിട്ടല്ലേ ട്രാവൽ ചെയ്യുന്നത്, അപ്പോ സ്ലോവർ ദാൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇറ്റ് മീൻസ് ദാറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് ഈസ്, ഇറ്റ് മീൻസ് ദാറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് ഈസ് 2.42 times slower. Okay, 2.42 times slower than the speed of light in vacuum. അതാണ് അതിന്റെ മീനിങ് കേട്ടോ. പലപ്പോഴും ചോദിക്കാവുന്നതാണ്, പഠിച്ചു വെക്കും. Than the speed of light in vacuum. പിന്നെ പറഞ്ഞോളൂ സാർ. ഈ ക്വസ്റ്റ്യനിലല്ലേ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് പകരം റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ നമുക്ക് ഏത് മീഡിയത്തിലാന്ന് തരൂ? പിന്നെ അത് വന്നിട്ടല്ലേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. റിലേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് മീഡിയം ഉണ്ടല്ലോ. ഓക്കെ, പറയാൻ പറ്റില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വാക്വം ആണ്, നമുക്ക് അറിയാം. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളത് പഠിച്ച് മനസ്സിലുണ്ട്, വാക്വം ആണ് കേട്ടോ. മറ്റേത് വന്നാൽ ഏത് റിലേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു വാട്ട് അല്ലെ? അഭിന് അവനേക്കാളും മാർക്കുണ്ട്. ആരെക്കാളും? ഓക്കെ, ആരെക്കാളും ആണ് മാർക്ക്. അതവിടെ പറയണമല്ലോ. പറഞ്ഞോ.
സാർ ഒന്നുകൂടി പറയാമോ? പറയാലോ. It means that speed of light in diamond is 2.42 times slower than the speed of light in vacuum. Slower than the speed of light. അതായത് വാക്വത്തിൽ ഏത് സ്പീഡിലാണോ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് അതിന്റെ 2.42 ടൈംസ് സ്ലോവർ ആണ്. അപ്പൊ പകുതിയിലും താഴെയെന്ന് അതിന്റെ അർത്ഥം. 2.42 ടൈംസ് സ്ലോവർ എന്ന് പറയുമ്പോൾ ബൈ 2 ആണ്, ബൈ 2ലും താഴെയാണ്. ഓക്കെ, അപ്പോൾ വളരെ കുറഞ്ഞ വേഗതയിലാണ് ഡയമണ്ടിൽ ട്രാവൽ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം കൂടെ, അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടെ ഉണ്ട് അല്ലെ, ഒരു ക്വസ്റ്റ്യനോടെ ഉണ്ട്. നാദിർഷയുടെ വീഡിയോ ഓഫ് ആയി പോകുന്നല്ലോ, എന്താ നാദിർഷ? റിമൂവ് ചെയ്തേക്കട്ടെ. വീഡിയോ ഓഫായ റിമൂവ് ചെയ്യപ്പെടും കേട്ടോ. നാദിർഷ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. നാദിർഷ ടെക്സ്റ്റ് എടുക്കുവാണോ? ഓ അപകടമാണല്ലോ. നാദിർഷ സീരിയസ് ട്രബിളിലാണ്. ഓക്കെ, നമുക്ക് അടുത്ത ആളിലോട്ട് പോവാം. മുഹമ്മദ് റൈഹാൻ. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോ. Calculate the speed of light through diamond. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഡയമണ്ട് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, നമുക്ക് സി വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സിയുടെ എത്രയാ? 3 × 10⁸. ഓക്കെ, ഇനി ഇക്വേഷൻ എന്ന് പറഞ്ഞേ ബിലാലെ. ഇക്വേഷൻ എന്ന് പറഞ്ഞേ, ഇത് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ, ഇത് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞേ. 2 ഇക്വേഷൻ പറയാൻ പറ്റുമോ? ഇത് 3 കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആകെ ഒന്നല്ലേ നീ പഠിച്ചിട്ടുള്ളൂ. വേറെ സാറും ഒന്ന് പഠിപ്പിച്ചെന്ന് അറിയില്ല, ഞാനും പറഞ്ഞാ പഠിപ്പിച്ചിട്ടുള്ളൂ. N12 പറയാൻ പറ്റില്ലേ? അതെവിടുന്നാ? വേറെ ഏതാ മീഡിയം? ഡയമണ്ട് അല്ലാണ്ട്. ആ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല എനിക്ക് കേട്ടാ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് വിത്ത് റെസ്പെക്ട് ടു വാട്ടറും, ലോകത്ത് ഏതെല്ലാം മീഡിയം ഉണ്ടോ ആ മീഡിയത്തിലുള്ള റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കംപ്ലീറ്റ് കാണാതെ പഠിച്ചു വന്ന കേട്ടാ. എന്നിട്ട് ചെയ്തോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. എനിക്ക് ആൻസർ കിട്ടിയാൽ ഇതിൽ എന്താ ചോദിച്ചിരിക്കുന്ന സ്പീഡല്ലേ, അതിനിപ്പോ അത് ചെയ്താലും മതി. പക്ഷെ അതെല്ലാം കാണാൻ പഠിക്കാൻ പറ്റില്ല. നമുക്ക് അറിയാവുന്ന അബ്സല്യൂട്ട് വാല്യൂ ആണ്. അപ്പൊ അബ്സല്യൂട്ട് ഇട്ട് കൊടുക്കേണ്ടത് വാക്കുമായിട്ടാണ് കേട്ടോ. വാക്കുമായിട്ടുള്ള ഇക്വേഷൻ പറ ബിലാലെ. പറയുന്നില്ല വാക്കുമായിട്ടുള്ള, അതാണ് വേണ്ട കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം അത് പറയാൻ കാരണം അതാ. ഫസ്റ്റ് തന്നെ ഞാൻ വന്ന് ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ അത് പറഞ്ഞ അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേറെ ഏത് ഇക്വേഷൻ ഇട്ടാലും എന്നിന്റെ വാല്യൂ അറിയണ്ടേ പിള്ളേരെ, വാല്യൂ അറിയണ്ടേ. ഇതാവുമ്പോ എനിക്ക് അറിയാം 2.42 ആണെന്നും സിയുടെ വാല്യൂ 2.42 ആണ്. സിയുടെ വാല്യൂയും എനിക്കറിയാം 3 × 10⁸. ഓക്കെ, ചെയ്തോ. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു കെറോസിൻ ഇറങ്ങി നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് ചെയ്യാം. NdK = VK/VD ഇങ്ങനെ ഇട്ട് ചെയ്യാം. പക്ഷെ എനിക്ക് NdKയും അറിയില്ല, ഏതും അറിയില്ല, ഇതും അറിയില്ല, ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ഇക്വേഷൻ ഇടാനുള്ള കാരണം മനസ്സിലാക്കുക, എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക കേട്ടോ. റിലേറ്റീവ് അങ്ങനെ ചോദിക്കൽ കുറവാണ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ അബ്സല്യൂട്ട് വെച്ചിട്ടാണ്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ, മറ്റേതുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. അമ്മയ്ക്ക് കിട്ടിയാ? ചെയ്യുന്നുള്ളൂ. ചെയ്തോ. ഇനി ഇത് എന്താ ചെയ്യണേ? ഡിവൈഡ് ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ അല്ലെ. ഇതിപ്പോ നമ്മൾ എന്തെന്ന് പറയാം? 50 = 100/2 എന്ന് ചോദിക്കുന്ന പോലെ. 50 = 100/2 ആണ്. 2 കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാ? 100നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ സിനെ നമ്മൾ ND കൊണ്ട് ഡിവൈഡ് ചെയ്യും VD കണ്ടുപിടിക്കാം. ഓക്കെ, VD കണ്ടുപിടിക്കാൻ വേണ്ടി C/ND ചെയ്യും. C/ND ഈ താഴെ ഇട്ടാൽ മതി കേട്ടാ. C/ND അതായത് 3 × 10⁸. എഴുതി കഴിഞ്ഞെങ്കിൽ ആൻസർ കിട്ടിയെങ്കിൽ അവിടെ ആൻഡ് റൈസ് ബട്ടൺ ഞെക്കി വെച്ചേ കേട്ടോ. ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ 2.42. അച്ചു കൈ താത്തിക്കോളൂ. ബാക്കിയുള്ളവർ ചെയ്യപ്പെട്ടെന്നാവട്ടെ. 300നെ 242 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ചെയ്യുമ്പോ തന്നെ ഒരു ബോധം ഉണ്ടാവണം. ഞാൻ 300നെ 242 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് 300ൽ എത്ര,
242 ഉണ്ടെന്നാ ഞാൻ നോക്കുന്നത്. എന്തായാലും ഒന്നിൽ കൂടുതൽ വരില്ല, കാരണം 2,250 വന്നാൽ 400 ആയി പോകില്ല, 480 ആയി പോകും. അപ്പൊ 1 പോയിന്റ് സംതിങ് ആയിരിക്കണം എന്റെ ആൻസർ കേട്ടോ. ഇതൊക്കെ എഴുതുമ്പോൾ ഒരു ബോധം ഉണ്ടാവണം. എന്നിട്ട് ചുമ്മാ റോബോട്ട് പോലെ ഇങ്ങനെ ചെയ്തു പോവല്ല. ഇത് എന്താണ് ചെയ്യുന്നത്? 300/240. അപ്പൊ 1 പോയിന്റ് ആണ് ആൻസർ. ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവണം നമുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ഈശാന്റെ കണ്ടു, കൈ താത്തിക്കോളൂ. സർ, പറഞ്ഞോ. നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻസ് മൊത്തം പേപ്പർ കാണിക്കണം നിർബന്ധമാണോ? പേപ്പറിൽ ഇല്ല. ആൻസർ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അല്ല, നിങ്ങൾ എന്തായാലും പേപ്പറിലല്ല എക്സാമിന് ചെയ്യുന്ന, അല്ലാണ്ട് വേറെ എവിടെ ചെയ്യാം? നിങ്ങൾക്ക് ആകെ ആൻസർ ഷീറ്റ് അല്ലേ ഉള്ളൂ. അല്ല സാർ, ഇപ്പൊ ഇതിൽ നമുക്ക് ഡയമണ്ടിന്റെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ നേരെ എടുത്ത് എഴുതിയ കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ട്. അല്ല, ഈ സ്റ്റെപ്പ് എഴുതിയിട്ട് അത് നിങ്ങളുടെ ആൻസർ കീ തരുമ്പോൾ അതിനകത്ത് ഇങ്ങനെ മാർക്ക് സബ് ആയിട്ടില്ല കൊടുക്കുക. ഫൈനൽ ആൻസറിന് 1 മാർക്ക്, ഇക്വേഷന് 1 മാർക്ക്, സ്റ്റെപ്പിന് 1 മാർക്ക്, ഇങ്ങനെയല്ലേ പോവാ. അപ്പൊ നിങ്ങൾ ഫൈനൽ ആൻസർ മാത്രം എഴുതി വെച്ചാൽ ചിലപ്പോൾ ഫൈനൽ ആൻസർ മാത്രം ഇട്ടിട്ട് പോകും. ഓക്കെ, ഇപ്പൊ ഡയമണ്ട് സ്പീഡ് ഓഫ് ലൈറ്റ് എനിക്ക് അറിയാം, അങ്ങനെയാണെങ്കിൽ അവിടെ കാൽക്കുലേറ്റ് എന്ന് പറയില്ലല്ലോ. കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇതേ ക്വസ്റ്റ്യൻ ആവർത്തിച്ചാണ്. കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക എന്നാ. കണ്ടെത്തുക. ഓക്കെ, കണ്ടെത്താൻ പറഞ്ഞാൽ എന്താ? അത് കണ്ടുപിടിക്കാന്നല്ലേ. അപ്പൊ നമ്മളത് ചെയ്ത് കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സ്പീഡ് എന്നൊക്കെയാണെങ്കിൽ അത് 1 വേർഡ് ക്വസ്റ്റ്യനാ. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് ആണെങ്കിൽ നമുക്ക് നേരെ എഴുതിയോ. കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും മാർക്ക് തന്നോളൂ. ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ അബദ്ധവശം മാർക്ക് തന്നാലും എല്ലാവരും തന്നുകൊടുന്നില്ല കേട്ടോ. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തോ. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സൈഡ് പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ. നമുക്ക് എന്തായാലും ഫൈനൽ ആൻസർ ഉണ്ടല്ലോ. ഇതിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഒന്ന് പറഞ്ഞ ആരാ പറയാ? ചെയ്ത ആളെങ്കിലും പറഞ്ഞോ? ചെയ്ത ആരെങ്കിലും പറഞ്ഞോ? ഫസ്ന, ഫാത്തിമ, ആരെങ്കിലും പറഞ്ഞോ? ഇർഫാൻ, അനസ്, ആരെങ്കിലും? 1.24 into 10 raised to 8. 1.2. 1.2 into 1.24. 1.24 into 10 raised to 8 meter per second ആണ് ഡയമണ്ടിന്റെ സ്പീഡ്. ഓക്കെ സാർ, പറഞ്ഞോളൂ. റൗണ്ട് ചെയ്തിട്ട് 1.25 എഴുതാൻ പറ്റില്ലേ? 1.24 കഴിഞ്ഞിട്ട് ഏത് വാല്യൂ കിട്ടിയേ? 24 കഴിഞ്ഞിട്ട് ഏത് വാല്യൂ കിട്ടിയേ? നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ 4 കഴിഞ്ഞിട്ടുള്ള വാല്യൂ 5ലും കൂടുതലാണെങ്കിൽ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല, 24 തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, കാരണം ഒരു 5 അവിടെ എഴുതുമ്പോഴത്തേക്ക് നല്ല വ്യത്യാസം വരുമല്ലോ. നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എത്ര ഞാൻ പറഞ്ഞില്ലേ, 10,000ങ്ങളുടെ വ്യത്യാസം വരും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ എഴുതണ്ട. 4 കഴിഞ്ഞിട്ടുള്ള വാല്യൂ ചിലപ്പോൾ 4.8 ഒക്കെയാണ്, വേണമെങ്കിൽ ഒന്ന് 5 ആക്കിക്കോ, കുഴപ്പമില്ല കേട്ടോ. പറഞ്ഞോ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതി. കാണിച്ചു തരാലോ. 300/242 അല്ലേ? അപ്പൊ 1 into 242 242, റിമൈൻഡർ വരുന്ന 58. 58ല് പോകില്ലാത്തോണ്ട് 0 ഇട്ട് കൊടുക്കും. ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും. ഇത് 2 ആണ്. 2 into 242 വരുമ്പോ 484 എന്ന് വരും. റിമൈൻഡർ വരുമ്പോ 96 വരും അല്ലേ? കറക്റ്റ് അല്ലേ? 96. ഓക്കെ, 96 വരുമ്പോ 96ലുണ്ടോ? ഇല്ല. 0 ഇട്ട് കൊടുക്കും. 0 വരുമ്പോ 1.25. 25 ആണോ വരുന്നത്? 24 ഉള്ളു. ഓക്കെ, 1.24. ഓക്കെ, കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഒരു ഇക്വേഷനും കൂടി പറയുവാണ് കേട്ടോ. ഇത് കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾക്ക് അധികം ചോദിച്ച് കണ്ടിട്ടില്ല, നിങ്ങളുടെ ടെക്സ്റ്റിലോ ഇല്ല, CBSE-യുടെയിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതായത് ഇവര് തമ്മിലുള്ള പറഞ്ഞോ. എനിക്ക് 1.23 into 10 raised to 8 meter. ഞാൻ ക്ലാസ് കഴിഞ്ഞ് പറയാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞ് നോക്കാം കേട്ടോ, എന്താ പ്രശ്നം. ഓക്കെ, അപ്പോ ഇത് തമ്മിലുള്ള റിലേഷനാ. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതായത് വേറൊന്നുമില്ല, നമ്മള് NWG എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് അല്ലെ? വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. അപ്പൊ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മള് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ എന്നല്ല എഴുതുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാന്ന്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് NW/NG എന്ന് എഴുതാം. മനസ്സിലായോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ തന്നെ ഇട്ടതിൽ അവിടെ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും റിലേറ്റീവ് കേട്ടോ. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് എഴുതി വെച്ചോ കേട്ടോ, അറിവാണല്ലോ, എഴുതി വെച്ചോ. അബ്സല്യൂട്ട് അത് വേണമെങ്കിൽ ഇക്വേഷൻ ആയിട്ട് എഴുതണമെങ്കിൽ N12 = N1/N2.
അതായത് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അബ്സല്യൂട്ട് വാല്യൂ അറിയാമെങ്കിൽ NW/NG ചെയ്താലും മതി. ഓക്കെ, ഒരു ബോക്സിലാക്കി വെച്ചേക്ക് കേട്ടോ, ഒരു ബോക്സിലാക്കി വെച്ചേക്ക്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അബ്സല്യൂട്ടും റിലേറ്റീവും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇതിൽ നേരെ ഡയറക്റ്റ് കേട്ടോ, NW/NG എന്ന് തന്നെ നേരെ ചെയ്താൽ മതി. സ്പീഡ് ഓഫ് ലൈറ്റ് വരുമ്പോൾ തിരിച്ചെടുക്കുന്ന കാര്യം ആലോചിക്കുക കേട്ടോ. NWG എന്നാണെങ്കിൽ VG/VW എന്നാണ്. വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ എന്നാവും, തിരിഞ്ഞു വരും. വേണേ ആ ഒരു ഇക്വേഷൻ കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്, അത് മൂന്നും കൂടെ വേണേ ഒരു ബോക്സിലാക്കി ലാസ്റ്റ് എഴുതി വെക്കാം. ഓക്കെ, ഇപ്പൊ വേണ്ട, പിന്നെ കഴിഞ്ഞു. അടുത്ത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ, റിഫ്രാക്ഷന്റെ നിയമങ്ങൾ. ലോസ് ഓഫ് റിഫ്രാക്ഷൻ. Laws of refraction. ലോസ് ഓഫ് റിഫ്രാക്ഷൻ. റിഫ്ലക്ഷന്റെ അതേ ഫസ്റ്റ് ലോ തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതുക. ഓക്കെ, റിഫ്ലക്ഷന്റെ ഫസ്റ്റ് ലോ ഓർക്കുന്നുണ്ടോ അബ്ദുൽ അസീസെ? റിഫ്ലക്ഷന്റെ ഫസ്റ്റ് ലോ ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ഒരു പ്ലെയിനിൽ തന്നെ ഇരിക്കുന്നു. ഒരു പ്ലെയിനിൽ തന്നെ ആയിരിക്കുന്നു അല്ലെ? അതായത് എന്താ ഇവരെല്ലാവരും കൂടി ഒരു എയർപ്ലെയിനിൽ കയറി പോയി എന്നാണോ? അല്ല, ഒരു ഇതൊരു പ്ലെയിൻ ആണ് കേട്ടോ. ഈ പ്ലെയിൻ എന്നുള്ള സംഭവം ചിലപ്പോ ചിലർക്ക് കത്താൻ പാടാ, അതുകൊണ്ട് ഇവിടെ നോക്കിക്കോ. ഒരു പ്ലെയിൻ ഉദ്ദേശിക്കുന്ന ഇതാ, ഇൻസിഡന്റ് റേ ഇങ്ങോട്ടാണ്, റിഫ്ലക്റ്റഡ് റേ ഇങ്ങോട്ടായിരിക്കും കേട്ടോ. ഇത് രണ്ടും ഒറ്റ പ്ലെയിനിലാന്ന് പറയാം കേട്ടോ, ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ. ഇനി ഇത് വേറെ പ്ലെയിനിലാന്ന് പറഞ്ഞാൽ എപ്പോഴാ? ഇത് നിങ്ങളുടെ നേരെയാണ് റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് വേറെ പ്ലെയിനില, ഇത് താഴെ ഈ ഒരു പ്ലെയിനിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരേ പ്ലെയിനിലാന്ന് പറഞ്ഞാൽ അതെങ്ങനെ, നമ്മളിപ്പോ ഇൻ ടു ദ പ്ലെയിൻ, ഔട്ട് ഓഫ് ദി പ്ലെയിൻ എന്നൊക്കെ പറയില്ലേ നിങ്ങൾ? ഏതാ റൈറ്റ് ഹാൻഡ് തമ്പറൂളൊക്കെ പഠിച്ചപ്പോ കോയിലൊക്കെ ഇൻ ടു ദ പേപ്പർ എന്ന് പറയാറുണ്ട് അല്ലെ? ഇൻ ടു ദ പേപ്പർ, ഔട്ട് ഓഫ് ദി പേപ്പർ, ഇൻ ടു ദ ബോർഡ്, ഇൻ ടു ദ സ്ക്രീൻ, ഔട്ട് ഓഫ് ദി സ്ക്രീൻ, അങ്ങനെയൊക്കെ പറയുന്ന പോലത്തെ മീനിങ് തന്നെയാണ് ഇവിടെ. ഇൻ ടു ദ, അതായത് പ്ലെയിനിലായിരിക്കും, ഒറ്റ, ഇവിടെ ഇൻ ടു ദ പ്ലെയിൻ അല്ല, ഇവിടെ ഒറ്റ പ്ലെയിനിലായിരിക്കും കണ്ടോ. ഇത് രണ്ടും ഒറ്റ പ്ലെയിനിൽ. അതേസമയം റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറെ, ഇതിപ്പോ എന്റെ നേരെയാണ്, ഈ ഇൻസിഡന്റ് റേ ഇങ്ങനെ പോയിട്ട് റിഫ്ലക്റ്റഡ് റേ എന്റെ നേരെയാണ്, എനിക്ക് പറയാൻ പറ്റില്ല ഇത് രണ്ടും ഒറ്റ പ്ലെയിനിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ആ ആക്ടിവിറ്റിയുടെ ഒരു വീഡിയോ ഞാൻ കാണിച്ചപ്പോ ലേസറിന്റെ ലൈറ്റ് ഇങ്ങനെ അടിച്ചുമ്പോ ആ പേപ്പറിൽ തന്നെ റിഫ്ലക്റ്റഡ് റേ നിങ്ങൾ കണ്ടു കാണും. നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആന്ന് പറഞ്ഞപ്പോ ഒരു ആക്ടിവിറ്റി കാണിച്ചപ്പോ ഇങ്ങനെ അടിച്ചപ്പോ ആ മിററിൽ റിഫ്ലക്ട് ചെയ്തിട്ട് ആ പേപ്പറിൽ തന്നെ ആ റേ വരാനുള്ള കാരണം അത് ഒരൊറ്റ പ്ലെയിന്, അല്ലെങ്കിൽ ആ പേപ്പറിൽ വരില്ലല്ലോ, വേറെ വഴിക്ക് പോകില്ലേ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമൽ ഉണ്ടല്ലേ, നോർമൽ ഇപ്പൊ എന്റെ ഒന്നും ഇല്ല, തൽക്കാലം ഈ വരല് വെക്കും. ഓക്കെ, ഈ നോർമലും ഇത് മൂന്നും ഒറ്റ പ്ലെയിനിലായിരിക്കും. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് റിഫ്രാക്ഷൻ. എഴുതിക്കോ, ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ. ബോർഡിൽ എഴുതണം എന്നുള്ളവരൊന്ന് കൈവയ്ക്ക്, അതോ പറഞ്ഞാൽ മതിയോ? ബോർഡിൽ എഴുതണം എന്നുള്ളവരൊന്ന് കൈവയ്ക്ക്. ഓക്കെ, എഴുതാം. ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ കേട്ടോ. ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ റിഫ്രാക്റ്റഡ് റേ ആണ്, അതായത് ഇൻസിഡന്റ് റേ പിന്നെ റിഫ്രാക്റ്റഡ് റേ. ഓക്കെ, ഇതെല്ലാം ായിരിക്കുന്നു. ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നമ്മൾ വരയ്ക്കുന്ന നോർമലും ഇതെല്ലാം ഒരു പ്ലെയിനിലായിരിക്കണം. അതാണ് ലോ 1. ഇൻസിഡന്റ് റേ, പറഞ്ഞോ സാർ. ബോർഡില്ല. ഓക്കെ, incident ray, refracted ray, and normal at the point of incidence,
ഓൺ ദ സർഫസ് ഓഫ് സെപ്പറേഷൻ. ഓൺ ദ സർഫസ് ഓഫ്, അതായത് ഇത് തമ്മിൽ തിരിക്കുന്ന ആ ഒരു സർഫസിലേക്ക് നമ്മൾ ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ വരയ്ക്കുന്ന നോർമൽ കേട്ടോ. സർഫസ് ഓഫ് സെപ്പറേഷൻ will always be in the same plane. Will always be in the same plane. ഓക്കെ, ഇനി സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞേ അൽഫിയ സിദ്ദീഖ്. സെക്കൻഡ് ലോ എന്ന് പറഞ്ഞേ. Angle of incidence equal to angle of reflection. Angle of incidence equal to Angle of reflection. angle of Reflection. reflection. ഇവിടെയോ? ഇവിടെയാണെങ്കിലോ? ഇവിടെ refraction. അതായത് ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് അല്ല, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും സെയിം ആണ്. അതായത് സെക്കൻഡ് ലോ പറയുന്നത് ഇവിടെ റിഫ്രാക്ഷൻ എന്നൊരു പരിപാടി ഇല്ലാന്ന് അല്ലെ, അല്ലേ? ബെൻഡ് ചെയ്യലാന്ന്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ലോ നമുക്ക് അത് പറയാൻ പറ്റില്ല. സെക്കൻഡ് ലോ അതല്ല കേട്ടോ. ഓക്കെ, അത് തെറ്റല്ല. അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഞാൻ പറഞ്ഞ നേരത്തെ സെയിം ആണ്. ആ ലൈൻ ഇങ്ങനെ പോകും, ആ ലൈൻ ഇങ്ങനെ പോകും, ഒരു ബെൻഡും ഇല്ലാണ്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകും. അങ്ങനെ പോകില്ലോ. അപ്പൊ ഇവിടെ സെക്കൻഡ് ലോയിൽ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. സെക്കൻഡ് ലോ അതല്ല. പക്ഷെ സെക്കൻഡ് ലോ ഞാൻ പറയില്ല, നിങ്ങൾ തന്നെ ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ബോറടിക്ക് ഒരു കുന്തവും മനസ്സിലാവില്ല സെക്കൻഡ് ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു സെക്കൻഡ് ലോ എഴുതാൻ വേണ്ടിയിട്ട് ഒരു 3-4 ലൈൻ ലീവ് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് ലോ നിങ്ങൾ തന്നെ ചെയ്യാൻ പോവാ. ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചോ. ഓക്കെ, ഞാൻ രണ്ട് മീഡിയ എടുത്തേക്കോ. 3 കേസ് ഞാൻ പരിഗണിക്കുവാണ് കേട്ടോ. ഒരു 2 മീഡിയത്തില്, അതായത് ആംഗിൾ മാറ്റി മാറ്റി ലൈറ്റർ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, താഴെ ഒന്ന് വരച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റില് ഞാൻ എല്ലാത്തിലും നോർമൽ വരച്ചേക്കാം. നോർമൽ ഇവിടെ വരച്ചു, നോർമൽ ഇവിടെ വരച്ചു. ഓക്കെ, ഇനി ഞാൻ ഫസ്റ്റത്തെ കേസിൽ ഒരു 10 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്തിട്ടൊരു ആംഗിൾ കേട്ടോ. 10 ഡിഗ്രി, അതായത് ഈ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്ന 10 ഡിഗ്രി. എന്നിട്ട് ഇത് റിഫ്രാക്ട് ചെയ്തു. ഇത് റിഫ്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇത് സപ്പോസ് ഞാൻ മീഡിയം പറഞ്ഞില്ലല്ലോ അല്ലെ, ഗ്ലാസും എയറും ആണ്. ഓക്കെ, ഗ്ലാസും എയറും ആയതുകൊണ്ട് തന്നെ ഈ ലൈറ്റർ എന്ത് ചെയ്യും, നോർമലിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യും അല്ലെ, ബെൻഡ് അവേ ഫ്രം നോർമൽ ആയിരിക്കും. ഓക്കെ, നോർമലിൽ നിന്നും അകന്ന് കടന്നു പോകുന്നു. ഞാൻ ഇതിന് 15 ഡിഗ്രി. ഓക്കെ, 15 ഡിഗ്രി എന്തായാലും ഈക്വൽ അല്ല, ഈക്വൽ ആവില്ല കേട്ടോ. ഈക്വൽ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിരിക്കും, ഒരിക്കലും അങ്ങനെ എഴുതി വെക്കരുത് കേട്ടോ. റിഫ്ലക്ഷനിലാണ് ഈക്വൽ, ഇതിനകത്ത് ഈക്വൽ അല്ല. ഇനി അടുത്ത കേസ്, ഞാൻ വീണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി ഒരു 20 ഡിഗ്രി കേട്ടോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വീണ്ടും കൂട്ടി ഒരു 20 ഡിഗ്രിയിൽ ഒരു ഇൻസിഡന്റ് റേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടും. ഈ പറഞ്ഞ പോലെ ഇത് 39 ഡിഗ്രിയിലേക്ക് വന്നു. 39. ഓക്കെ, ഞാൻ നിർത്തുന്നില്ല. വീണ്ടും ലൈറ്റിനെ കുറച്ചുകൂടി ഇൻക്ലൈൻഡ് ആയിട്ട്, അതായത് ഒരു 30 ഡിഗ്രിക്ക് ലൈറ്റിനെ ഇൻസിഡന്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്ന 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിക്ക് ഇപ്പൊ വീണ്ടും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടി. ഇപ്പൊ 49 ഡിഗ്രിയിലേക്ക് എത്തി. ഓക്കെ, 49 ഡിഗ്രി. ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു ഓക്കെ, ഇത് ആംഗിൾ ക്ലിയർ ആണല്ലോ. ഫസ്റ്റത്തേല് 13, 10, 15, അടുത്തേല് 20. ഇത് സെയിം ആട്ടോ, സെയിം കേസ് തന്നെ. ഗ്ലാസ് ടു എയർ തന്നെ, ഗ്ലാസ് ടു എയർ, ഇതിനകത്ത് ഗ്ലാസ് ടു എയർ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, എനിക്ക് സൈൻ ഓഫ് ഐ ബൈ സൈൻ ആർ എത്രയാന്ന് കണ്ടുപിടിച്ച് തന്നെ.
സൈൻ കേട്ടിട്ടുണ്ടോ? ട്രിഗണോമെട്രി മാത്തമാറ്റിക്സ് ചാപ്റ്റർ 5. ഓക്കെ, സൈൻ കോസ് ടാൻ സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അല്ലെ ഹൈപ്പോട്ടനസ് എന്നൊക്കെ പറഞ്ഞ് സാറ് പഠിപ്പിച്ചിട്ടുണ്ടാവും നിങ്ങളെ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനസും വേണ്ട. ഫിസിക്സിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമാണ്, കാരണം അവർ തരും. സൈനിന്റെ വാല്യൂ ഞാൻ തരാം നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, അതോർത്ത് നിങ്ങൾ പേടിക്കണം. നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് അറിയാം, ഇത് രണ്ടും ഡിവൈഡ് ചെയ്തിട്ട് എത്ര കിട്ടും എന്ന് പറഞ്ഞാൽ മതി. അതായത് ഫസ്റ്റ് കേസിൽ സൈൻ ഐ ബൈ സൈൻ ആർ ആർക്ക് പറയാം? ബിലാലെ, ഫസ്റ്റ് കേസിൽ സൈൻ ഓഫ് ഐ ബൈ ആർ പറഞ്ഞേ. സൈൻ ഐ എന്ന് പറഞ്ഞാൽ ഐക്ക് വരെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇട്ട് കൊടുത്താൽ മതി. പറഞ്ഞോ. 10/15. സൈൻ 10 ബൈ സൈൻ ഇട്ട് പറ. സൈൻ 10 ബൈ Sin 15. സൈൻ 50. ഓക്കെ, അടുത്തേലൊന്ന് പറഞ്ഞേ. സൈൻ 20 by സൈൻ 20 ബൈ സൈൻ 39. സൈൻ 39. അടുത്ത കേസിലൊന്ന് പറഞ്ഞേ. Sin 30. സൈൻ 30 ബൈ Sin 49. സൈൻ 49. ഇനി വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് വേണം അല്ലെ? ഇത് ഡിവൈഡ് ചെയ്യാൻ വാല്യൂസ് അറിയണ്ടേ? ഞാൻ വാല്യൂസ് തരാം. സൈൻ 10ന്റെ വാല്യൂ ഞാൻ പറയാം. ഓക്കെ, സൈൻ 10ന്റെ വാല്യൂ 0.17. ഇനി ഏതിന്റെ വാല്യൂ വേണ്ട? സൈൻ 15ന്റെ വാല്യൂ അല്ലെ? സൈൻ 15ന്റെ വാല്യൂ 0.26. ഇനി സൈൻ 20യുടെ വാല്യൂ 0.34. പറഞ്ഞോ. Sin 10 0.17 ആണോ? 17. നിങ്ങളുടെ മാത്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ അവസാനം കിടക്കുന്നുണ്ട് കേട്ടോ ഈ വാല്യൂസ് ഒക്കെ. ഇനി സൈൻ 30 നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. 0.5 1/2. ഓക്കെ, 0.50 ഉണ്ടെങ്കിൽ 50 ഇടാം. ഇനി ലാസ്റ്റ് സൈൻ 49 അല്ലെ? 49 ഈക്വൽ ടു 0.75. ഓക്കെ, നിങ്ങൾ ഓരോന്നും ഡിവൈഡ് ചെയ്തിട്ട് എത്രയാന്ന് പറ കേട്ടോ. ഓരോ കേസിലെയും സൈൻ ഐ ബൈ സൈൻ ആർ ഡിവൈഡ് ചെയ്യുക. ഓരോ കേസിലെയും സൈൻ ഐ ബൈ സൈന്റെ വാല്യൂസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. സൈൻ 10ന്റെ വാല്യൂ ഫസ്റ്റ് കേസിൽ ഡിവൈഡ് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാലോ? 0.16 ബൈ 0.26 ആണ് ഡിവൈഡ് ചെയ്യേണ്ടത് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിച്ചോ. ഇത് ചെയ്യാൻ വെറുതെ ഡിവൈഡ് ചെയ്താൽ മതി. സൈൻ ഐ ബൈ സൈൻ ആർ ഓരോ കേസിലും ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് ആ വാല്യൂസ് എത്രയാണെന്നൊക്കെ എല്ലാം ആനലൈസ് ചെയ്തോ. ഫിഗർ വരച്ചോ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ടേബിൾ ഒക്കെ ഉണ്ട്. ഫിഗർ ആകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പം കിട്ടും നിങ്ങൾക്ക് സംഭവം മനസ്സിലാക്കാനൊക്കെ കേട്ടോ. അതുകൊണ്ട് പറഞ്ഞോ. Sin 10. സൈൻ 10 ഇതേ കിടക്കണു മോനെ. 0.17. അപ്പൊ ഫസ്റ്റില് 0.17 ബൈ 0.26 ചെയ്യാം. എന്നിട്ട് എത്ര കിട്ടും നോക്കാം. 0.17 ബൈ 0.26. പറഞ്ഞോ. Sin 30. സൈൻ 30.5. സാർ എന്നിട്ട് ഇത് ചുമ്മാ ഡിവൈഡ് ചെയ്താ പോരെ? നിങ്ങക്ക് ഡിവൈഡ് ചെയ്യല് മാത്രമേ പണിയുള്ളൂ. നിങ്ങക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. മൂന്നും കിട്ടിയാ? റുഫൈദിക്ക് 3 കിട്ടിയാ? ആൻഡ്രൈസ് ചെയ്ത് വെച്ചേക്കുന്നു. ഇല്ല, ലോവർ ഹാൻഡ് ചെയ്യാ. 3 കിട്ടിയവർ ആൻഡ്രൈസ് ചെയ്ത് കേട്ടോ. അച്ചു ഒക്കെ ആൻഡ്രൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 3 കിട്ടി കഴിഞ്ഞാൽ ലോവർ ഹാൻഡ് ചെയ്യും. സാർ എന്റെ ഹാൻഡ് റൈസിനെ ഏതാണ്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഞെക്കുമ്പോ അത് ഓൺ ആവില്ല, പക്ഷെ ഹാൻഡ് റൈസ് കാണിക്കുന്നുണ്ട്. എന്ത് ചെയ്യപ്പോ? ഇപ്പൊ ഒന്നും ചെയ്യാനില്ല, അവിടെ കിടന്നോട്ടെ എന്ന് കേട്ടാ. ഇഷാൻ കഴിഞ്ഞാ? ഇഷാൻ എത്രയൊക്കെ വാല്യൂസ് കിട്ടിയെന്ന് പറഞ്ഞേ. Sin 10 by 15 0.66. 66. പിന്നെയോ? 3 അത് തന്നെ കിട്ടിയ. 3 സെയിം ആയിട്ടേ? ആഹാ. ഓക്കെ. ഇനി ബാക്കിയുള്ളവരൊന്ന് പറഞ്ഞേ. മുഹമ്മദ് റബീസിന? അമീൻ ഷാജി എന്താ തലയ്ക്ക് കൈ കൊടുത്തിരിക്കണേ? ഏത് നേരത്താണ് ഇവിടെ ഒന്ന് പഠിക്കാൻ തോന്നിയതാണോ? അല്ല സാർ, ഇത് ഇത് എങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചാണോ? അതോ 10ാം ക്ലാസ് എന്താണ് നിന്റെ പ്രശ്നം? എന്താണ്? അതോ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും? എന്താണ് പ്രശ്നം? എന്താണ് പറഞ്ഞോ.
ഭയങ്കര പാട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യാം, പിന്നെ ഭയങ്കര പാടാണ് ഡിവൈഡ് ചെയ്യാൻ. ഒരു 117/26 ചെയ്യാൻ അറിയില്ലാന്ന് 10ാം ക്ലാസ് നാണാവും കേട്ടോ. ബാക്കി പുറത്തെ ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽ 17/26 ഒരു 10 മേളിലും താഴെ. ഇതിപ്പോ ഒന്നും ചെയ്യണ്ട. 17/26 നേരെ ഡിവൈഡ് ചെയ്യുക. 17 26 ഇല്ലല്ലോ, ഡെസിമൽ വരും, പോയിന്റ് വരും. ഓക്കെ, ഒക്കെ ചെയ്യാനൊക്കെ ഇനിയിപ്പോ പുറത്തുനിന്ന് ആളെ വിളിക്കാൻ പറ്റുമോ? നമ്മൾ ഇനി അതിനും കൂടെ ബംഗാളികളെ വിളിക്കാനുള്ളൂ. 17/0.17/0.26 ചെയ്യാൻ അറിയില്ല എന്നൊക്കെ 10ാം ക്ലാസ്സിൽ ഒരു കൊച്ചു പറയാവോ? അങ്ങനെ കേട്ടാ ഞാൻ വെറുതെ ഇരിക്കുവോ? 17/26 അല്ലേ? 17/26 അല്ലേ? അപ്പൊ 17/26 ചെയ്യുക. 17 26 ഇല്ല, 0 ഇട്ട് കൊടുത്തോ, പോയിന്റ് ഇട്ട് കൊടുത്തോ. ഓക്കെ, ഇതിനകത്ത് നോക്കുമ്പോ 0.6 ആണ്. എത്ര കിട്ടുന്നേ? എത്ര വന്നോ? 7 വന്നാ 182 വരൂ അല്ലെ? 6 ആയിരിക്കും അല്ലെ? 6. ഓക്കെ, 0.6. എന്നിട്ട് ചെയ്തു വന്നപ്പോ 0.66 തന്നെയാണ് കിട്ടുന്നത്. 6 × 20 120, 6 × 6 36, 120 36 156 അല്ലെ? 156. ഇവിടെ ഒരു 20 അല്ലെ? ഒരു 0 ഇട്ട് കൊടുക്കും. 66 ആണോ 67 ആണോ? 65 ഇടുന്നേ. 65 ആയിട്ട്. 2 സെക്കൻഡ്. 200 അല്ല. 20 അല്ലേ ഉള്ളൂ? 176 അല്ലേ? അല്ല 170 ഉള്ളൂ അല്ലെ? സോറി 14 വരൂ അല്ലെ? ശരിയല്ലേ? 14. ഒരു 0 ഇട്ട് കൊടുക്കുമ്പോ എത്ര വരും? 5 വരും അല്ലെ? 65 ഉള്ളോ? 65 ഉള്ളൂ അല്ലെ? അപ്പൊ 126 130 വരും. 130 ശരിയല്ലേ? 10 അത് തന്നെ. 65 0.65. ഫസ്റ്റത്തെ കേസില് 0.65. ഇതുപോലെ രണ്ടാമത്തെ കേസും ചെയ്തു നോക്ക്. 0.34/0.51 എത്ര കിട്ടുമെന്ന് പറ. ഇതുപോലെ ഡിവൈഡ് ചെയ്യുക. 34/51 ഡിവൈഡ് ചെയ്യുക. 34/51. അറിയില്ലാത്തവരൊക്കെ ചോദിക്കണം കേട്ടോ. ഡിവിഷൻ ഒന്നും അറിയില്ലാത്തത്. 34/51. 34 51 ഇല്ല, പോയിന്റ് ഇട്ട് കൊടുക്കും, 0 ഇട്ട് കൊടുക്കും, ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കും. 6 × 5 300. പിന്നെ ഒരു 6 വരും അല്ലെ? 306 വരില്ലേ? 306. പിന്നെ ഒരു 34 വരും. 34 51 ഇല്ല, വീണ്ടും 0 ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര വരും? 6 വരുമോ? 6 വരും അല്ലെ? 0.66 വരും. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ കേസ് ചെയ്ത് നോക്ക്. 0.50/0.75 എത്ര കിട്ടും നോക്ക്. 0.50/0.75. ഇതിനാണ് ഇത് മാത്രം സമയം എടുക്കുന്നത്. പെട്ടെന്ന് ചെയ്യും. വാല്യൂസ് 0.65 കിട്ടി. 0.66 കിട്ടി. തേർഡ് കേസിൽ എത്ര കിട്ടണെന്ന് പറ. തേർഡ് കേസിൽ അബിന് കിട്ടിയാ? തേർഡ് കേസിൽ എത്ര കിട്ടിയേ? സാർ 0.066. അയ്യോ, അങ്ങനെ വരുമോ? നോക്ക് എന്തോ തെറ്റുണ്ട്. 0.0 എന്ന് പറയുമ്പോ രണ്ടാമത് 0 ഇട്ട് കൊടുത്തപ്പോഴും അതിൽ അടങ്ങുന്നില്ലെങ്കിൽ നമ്മൾ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. അതിന്റെ ആവശ്യം വരില്ലല്ലോ. നോക്കി. അല്ല സാർ, ഈ സൈന്റെ വാല്യൂ 0.5 അല്ലേ? 0.5. അപ്പൊ ഫസ്റ്റ് വരുമ്പോ 0 ഇട്ട് കൊടുക്കുമ്പോ 50 500. 2 പ്ലേസ് മാറ്റണ്ടേ? മുകളിൽ താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടാ. രണ്ട് എത്ര ഡിനോമിനേറ്ററിൽ എത്ര പ്ലേസ് മാറ്റാണ്ട്? 2 പ്ലേസ്. അപ്പൊ ന്യൂമറേറ്ററിലും അതേ താഴെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത് അതേ വാല്യൂ കൊണ്ട് തന്നെ വേണം ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാൻ. എത്ര കിട്ടുന്നുണ്ട് ശ്രേയ? കിട്ടിയില്ല സാർ. 0.5/0.75 ചെയ്യുക. 0.5/0.75 അതായത് 50/75. പറഞ്ഞോ. സാർ 0.66. 0.66. എന്ത് മനസ്സിലായി ഇപ്പോ? സൈൻ i/സൈൻ ആറിന്റെ വാല്യൂ പറ. സെയിം ആയിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായോ?
സൈൻ ഐ ബൈ സൈൻ ആറിന്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് സെക്കൻഡ് ലോ. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചില്ല, അതിനാ നിങ്ങളെ കഷ്ടപ്പെടാൻ വിട്ടെ കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്ത് പഠിക്കണം. അല്ലാണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് മറ്റേ കഥാപ്രസംഗം നടത്തുവാണ്, സൈൻ ആംഗിൾ എടുത്തിട്ട് അതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് അത് എപ്പോഴും സെയിം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവോ? ഓക്കെ, അപ്പൊ ഇനി വിട്ടുപോകരുത് കേട്ടോ. സൈൻ ഐ ബൈ സൈൻ ആർ എന്നുള്ള വാല്യൂ സെയിം ആയിരിക്കും. അത് മീഡിയം മാറാൻ പാടില്ല കേട്ടോ. ഈ മീഡിയത്തിൽ അതിനുവേണ്ടി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പറഞ്ഞോ. സാറ് ആദ്യത്തേല് 0.065 അല്ലേ? അത് കുഴപ്പമില്ല, അത് ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. ഓക്കെ, അത് പ്രശ്നമല്ല കേട്ടോ, അത് ചെറിയ വേരിയേഷൻ അല്ലേ. ഓക്കെ, അപ്രോക്സിമേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിപ്പോ പ്രാക്ടിക്കൽ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെയ്യുമ്പോൾ എന്തായാലും സെയിം ആയിട്ട് കിട്ടണമെന്നില്ല, ചെറിയ വ്യത്യാസങ്ങൾ വരുമല്ലോ. ഓക്കെ, അതിപ്പോ ഏതാണേലും അതേലോ ഫിസിക്സില്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? സൈൻ ഐ ബൈ സൈൻ ആറിന്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, ഇതിപ്പോ എഴുതണ്ട കേട്ടോ, ഇതിപ്പോ എഴുതണ്ട. സൈൻ ഐ ബൈ സൈൻ ആറിന്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് മാത്രമല്ല, ആ വാല്യൂവിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ വാല്യൂവിന് ഒരു പ്രത്യേകതയുണ്ട്. ആർക്ക് പറയാം ആ വാല്യൂവിന് എന്തെങ്കിലും പ്രത്യേകത? പറഞ്ഞോ, എന്തായിരിക്കും? ആ, ഒന്നി താഴെയായിരിക്കും. അതാണ്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പറയാം. ഇവിടെ ശ്രദ്ധിച്ചോ. നിങ്ങളെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് എത്ര കിട്ടുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ഈക്വൽ ടു NA ബൈ NG അല്ലെ? അതായത് 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എത്രയാ? 1.33 ആണോ 25 ആണോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഐഷയൊന്നും നോക്കുന്നില്ല, ആരെങ്കിലൊക്കെ പറഞ്ഞോളൂ അല്ലെ? 1.5. അപ്പൊ 1.3 ഏതിനായിരിക്കും? നിങ്ങൾ അതിന് മുന്നേ പറഞ്ഞ വാല്യൂ വാട്ടറിലാണ്. ഓക്കെ, ഇത് ഞാനൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 1 ബൈ 1.5 എത്രയായിരിക്കും? 10 ബൈ 15 അല്ലെ? 10 ബൈ 15 എന്നല്ല വരിക, 10 ബൈ 15. ഇപ്പൊ ഇവിടെ 100 വരും, ശരിയല്ലേ? 100, അതായത് ഇവിടെ പോയിന്റ് വരും, 0.6 6 into 5 15 into 6 വരുമ്പോ 90 വരും, ഒരു 10 വരും, വീണ്ടും 100 0.66. ഇപ്പോഴോ ഇപ്പൊ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? വെറൊരു കോൺസ്റ്റന്റ് അല്ല. എന്തായിരിക്കും ആ കോൺസ്റ്റന്റ്? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആണോ, ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ആണോ? പറഞ്ഞോ, കൈബുക്കുകൾ പറഞ്ഞോ. സാർ 1.1 അല്ല 1 ബൈ 1.5 10 ബൈ 15 എങ്ങനെയാ? അത് ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിലും താഴെ. എനിക്ക് ഡെസിമൽ ഡിവൈഡ് ചെയ്യാനുള്ള മെത്തേഡ് അറിയില്ലാത്തതുകൊണ്ട്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചെയ്തോളൂ, എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, അതുകൊണ്ട് മുകളിലും താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇത് ക്ലിയർ ആണോ? അപ്പൊ ആ കോൺസ്റ്റന്റ് വെറും ഒരു കോൺസ്റ്റന്റ് അല്ല, ആ കോൺസ്റ്റന്റ് പ്രത്യേകതയുണ്ട്. അതാണ് ഈ സെക്കൻഡ് മീഡിയത്തിന്റെ ടു ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. അതായത് N21 ആയിരിക്കും. N12 എന്ന് എഴുതാവോ? എയർ വിത്ത് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ കിട്ടുവോ? അങ്ങനെ എഴുതിയ തെറ്റാ അല്ലെ? എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആയിരിക്കും ആ വാല്യൂ, എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആയിരിക്കും. ഇനി അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരെണ്ണം കൂടി ചെയ്യുവാണ് കേട്ടോ. ഇത് നിങ്ങൾ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം കേട്ടോ. വേറൊന്നുമല്ല, 3 മീഡിയം, ഇത് ഞാൻ തിരിച്ചെടുത്തു. 2 ചെയ്താൽ മതി കേട്ടോ, 2 നമുക്ക് ചെയ്യാം. ഏതാ എടുക്കേണ്ടത്? ഗ്ലാസിന്റെ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകുമ്പോൾ നോക്കിക്കോട്ടെ പിള്ളേരെ. ഇത് എയർ ആണ്, ഇത് ഗ്ലാസ് ആണ്. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ഞാൻ ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുന്നത് ഫസ്റ്റത്തെ കേസില് 20 ഡിഗ്രി, സെക്കൻഡ് കേസില് 13. ഓക്കെ, അടുത്ത കേസില് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുന്നത് 45 ഡിഗ്രി, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരുന്ന 28 ഡിഗ്രി. ഞാൻ സൈൻ ഐ ബൈ സൈൻ ആർ കണ്ടാൽ ഈ 2 ആംഗിളുടെ സൈൻ ഐ ബൈ സൈൻ ആർ എടുത്ത് എനിക്ക് കിട്ടുന്ന വാല്യൂ 1.5 ആയിരിക്കും. ടെക്സ്റ്റിലുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അതുപോലെ ഇവിടെ ചെയ്താലും ആൻസർ എത്ര കിട്ടുക? 1.5. ഈ 1.5 എന്ന് പറയുന്ന വാല്യൂവിന് ഒരു പ്രത്യേകത ഉണ്ട്, ആർക്കെങ്കിലും അറിയാവോ? 1.5 എന്താ? എന്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആ 1.5? ഗ്ലാസിന്റെ അബ്സല്യൂട്ട് അല്ലേ? അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ അല്ലേ? ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാക്വം ആണല്ലോ അബ്സല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് എന്ത് പറയാം?
വാക്വം വിത്ത് റെസ്പെക്ട് ടു വാക്വം. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് പറയാലോ. ഓക്കെ, അതായത് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതായത് ഇത് എയർ വിത്ത് ഇവിടെ എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആയിരിക്കും. ഇനി ആ ലോ എഴുതാം. ആ ലോ കറക്റ്റ് ഓക്കെ ആണോ? ഓക്കെ ആണ്, അതൊന്ന് എഴുതിക്കോ കേട്ടോ. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് നിന്ന് ചോദിച്ചോ കേട്ടോ. ഓക്കെ, ലോ എഴുതിക്കോളൂ. രണ്ടാമത്തെ ലോ ആ സ്പേസ് വിട്ടുകൊടുത്ത് എഴുതിക്കോ. റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ, ഒരു ആംഗിളിന്റെ സൈൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ സൈനും സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, to the sine of angle of refraction. Angle of refraction. നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെയും ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്റെയും സൈൻ എടുത്തിട്ട് റേഷ്യോ കണ്ടാൽ ഓക്കെ വിൽ ബി എ കോൺസ്റ്റന്റ്. വിൽ ബി അതൊരു സ്ഥിരസംഖ്യ, മാറാതെ നിൽക്കുക, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ്. അതായത് താഴെ നമ്മൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുവാണ്. അതായത് സൈൻ ഐ ബൈ സൈൻ ആർ എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. കോൺസ്റ്റന്റ്, അതായത് ഒരു മീഡിയം ഞാൻ വരച്ചിട്ട് ലൈറ്റ് എൻറ്റർ ചെയ്യുന്നു രണ്ടാമത്തെ മീഡിയത്തിലേക്ക്, മീഡിയം 1 മീഡിയം 2. ഓക്കെ, ഈ കോൺസ്റ്റന്റ് എന്തിന് ഈക്വൽ ആണെന്നും കൂടെ നമ്മൾ പറഞ്ഞു. ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? ആർക്ക് പറയാം? ഈ കോൺസ്റ്റന്റിന് ഒരു പേര് നമ്മൾ കൊടുത്തു. ഈ കോൺസ്റ്റന്റ് എന്താണ്? കോൺസ്റ്റന്റ് എന്താണ്? ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ വെറുതെ റിഫ്രാക്റ്റീവ് എന്ന് പറയാണ്ട് റിലേറ്റീവ് കേട്ടാ. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഏതാണ്? അങ്ങനെ പറയുമ്പോ ഏത് മീഡിയം ടു ഏത് മീഡിയം എന്ന് പറയണം. 1 വിത്ത് റെസ്പെക്ട് ടു 2 ആണോ 2 വിത്ത് റെസ്പെക്ട് ടു 1 ആണോ? എന്തായിരിക്കും? പറഞ്ഞു, ഒരാൾ പറഞ്ഞു. മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1. 1 വിത്ത് റെസ്പെക്ട് ടു 2 എന്ന് എടുത്താൽ തെറ്റിപ്പോവും കേട്ടോ, ആൻസർ തെറ്റിപ്പോവും. മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതൊന്നുമില്ല. നിങ്ങളുടെ ടെക്സ്റ്റിൽ ആകെ പറഞ്ഞേക്കുന്നത് എനിക്ക് തോന്നുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും. അബ്സല്യൂട്ട് ആണോ, എങ്ങടാണ്, ഏതിന്റെ ആണെന്നൊക്കെ. പക്ഷെ CBSE അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 10th കേട്ടോ. നിങ്ങളുടെ എനിക്ക് തോന്നണ അത്രേ ഉള്ളൂ. ലോ അത്രയും പറഞ്ഞ് നിർത്തിയേക്കുക. ഇനി ലോ എഴുതാൻ നേരത്തെ നിങ്ങൾ ഈ കഥയൊന്നും എഴുതണ്ട കേട്ടോ. ഈ തന്നിരിക്കുന്ന കഥയും ചരിത്രവും ഒന്നും ലോയിൽ വേണ്ട. ലോയിൽ ഇത് രണ്ടും മതി. ഞാനിത് എങ്ങനെ വരുന്നു എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് എഴുതിപ്പിച്ചത് കേട്ടോ. അത് നിങ്ങൾ എക്സാമിന് എഴുതണ്ട. എക്സാമിന് ഈ 2 ലോ എഴുതി വെച്ച മാർക്കാണ്. താഴെ ഇതും കാണിച്ചേക്കുക. സൈൻ എ ബൈ സൈൻ ആർ കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അത്രയും മതി. ഓക്കെ, കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് പറയുവാണെങ്കിൽ നമുക്ക് പറയാം റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1. 2 വിത്ത് റെസ്പെക്ട് ടു 1 ആയിരിക്കും. ഓക്കെ, ഇതുവരെ പഠിപ്പിച്ചാൽ അതായത് എന്തെങ്കിലും സംശയം കേട്ടോ, മൾട്ടിപ്ലിക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിന്നോളൂ. ബാക്കിയുള്ളവർ ലെഫ്റ്റ് ആയിക്കോ. ഓക്കെ, താങ്ക് യു. പറഞ്ഞോ. സാർ ഇതിലെ ഈ 2 ആംഗിൾസിന്റെ സൈൻ എടുക്കൂലേ? അപ്പൊ കിട്ടുന്ന വാല്യൂ നമുക്ക് മറ്റേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ സെയിം ആന്ന് പറഞ്ഞില്ലേ? അതെ, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ കൈ തതി. ഞാൻ വരാം എല്ലാവരിലേക്കും വരാം. പറഞ്ഞു അഭിനന്ദാണോ ഡോക്ടർ? സാർ, അപ്പൊ നമ്മൾ എടുക്കുന്ന മീഡിയം അനുസരിച്ചാണോ ഇത് മാറുന്നത്? ഇപ്പൊ നമ്മള് ഗ്ലാസും വാട്ടറും എടുക്കുവാണെങ്കിൽ അനുസരിച്ച് മാറുമോ? ഏത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സോ? അതല്ല, ഈ സൈനിന്റെ വാല്യൂ കിട്ടില്ലേ? അത് ലൈറ്റ് എങ്ങനെ ഇൻസിഡന്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ലൈറ്റ് എങ്ങനെ ആ മീഡിയത്തിലേക്ക് പറഞ്ഞോ. പറഞ്ഞോ അഭിനെ കേക്കാം. പറഞ്ഞോ. ഇർഫാൻ എന്താ ഡൗട്ട് ചോദിച്ചോ? നമ്മള് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോ ആ 10⁸ ഇൻറ്റു ചെയ്യണം. വേണം. അപ്പൊ 10⁸ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോ എങ്ങനെയാ? എവിടെയാ വന്ന മറ്റേ ചെയ്തോണ്ടിരുന്നപ്പോ അതില് അങ്ങനെ ഒരു വാല്യൂ വരുന്നുണ്ടോ? 10⁸ ഇല്ലായിരുന്നോ? അല്ല, 10⁸ ഒന്നും ചെയ്യണ്ട, അതവിടെ കിടന്നോട്ടെ.
നമ്മൾ ആ മാറ്റേണ്ട വാല്യൂവിനെ മാത്രം 100 കൊണ്ട് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് മേളിൽ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കിടക്കുന്ന എല്ലാ വാല്യൂവിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല. ന്യൂമറേറ്ററിൽ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മറ്റു നമ്മൾ ന്യൂമറേറ്ററിന് വീണ്ടും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ എത്രയാവും? ന്യൂമറേറ്റർ നമ്മൾ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ഇരിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ന്യൂമറേറ്ററിന് 10,000 കൊണ്ട് ഡിനോമിനേറ്ററിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് വേണ്ട, 10⁻⁸ ഒന്നും ചെയ്യണ്ട. ആ വാല്യൂ മാറ്റാനുള്ള ആ വാല്യൂവിനെ മാത്രം മുകളിലും താഴെയും ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ. അഭിനെ പറഞ്ഞോ. അഭിന്റെ സംശയം എനിക്ക് തോന്നുന്നത് ഇതാണെന്നാണ്. അതൊന്ന് ഞാൻ മനസ്സിലാക്കിയത് വെച്ചാണെങ്കിൽ, ഇപ്പൊ ഇത് വേറെ മീഡിയ ആയി കഴിഞ്ഞാൽ ഈ ആംഗിളിൽ എന്തെങ്കിലും മാറ്റം വരുമോ? അതാണോ ചോദ്യം? കേൾക്കുന്നില്ലല്ലോ, കേൾക്കുന്നില്ല. ഒന്ന് ലെഫ്റ്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്തേ. അഭിനെ പറഞ്ഞോ. സാർ ഇതിലുണ്ടല്ലോ, നമ്മളിപ്പോ sin a by sin r എടുക്കുമ്പോ നമുക്ക് 0.65 കിട്ടില്ലേ? സൈൻ ഏതിലാ? ഇതിന് മുന്നേ ഉള്ള കേസ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായി. അപ്പൊ സാറ് പറഞ്ഞില്ലായിരുന്നു ഇതില് റിലേറ്റീവ് ഇൻഡെക്സ് ഓഫ്